വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണുസ്വരൂപത്തെ രണ്ടുപേരും കാണിച്ചു കൊടുത്തു, വസുദേവൻ ദേവകിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ദേവകി നീ സ്വായംഭവനത്തിലെ പ്രശ്നി എന്ന സ്ത്രീയും വസുദേവര് സുതപസ്ഥ എന്ന പ്രജാപതിയുമായിരുന്നു. അവർ രണ്ടുപേരും എന്റെ ഭക്തന്മാരായിരുന്നു. അവര് പ്രാർത്ഥിച്ചത് മൂലമാണ് 3 ജന്മങ്ങളില് എന്റെ പാത്രങ്ങളായിട്ട് തീർന്നു. ആദ്യം ആദ്യത്തേത് പ്രശ്നികർമ്മ എന്ന പേരിലും, പിന്നീട് കശ്യപ അതിഥിയിലെ വാമനനായിട്ടും, മൂന്നാമത്തെ ഇപ്പോ ദേവകി വസുദേവപുത്രനായിട്ടും അവതരിച്ചു എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയാണ്. അപ്പോ ദേവകി ആ കംസനെ പേടിച്ച് ഭഗവാനോട് ആ ബാലഭാവം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോ ഇനി ഇവിടുന്ന് ബാലഭാവങ്ങൾ സ്വീകരിച്ച ഭഗവാൻ നിർദ്ദേശപ്രകാരം ആ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് ഭഗവാൻ മാറി എന്നാണ് പറഞ്ഞത്. അപ്പോ ആ കുട്ടിയെ ഭഗവാനെ വസുദേവന്റെ കയ്യിലെടുത്തു. നല്ല അർദ്ധരാത്രിയായിട്ടുള്ള കോരിക്കുന്ന സമയത്താണ് ആ പെരുമഴ. അത് ദുർഗമമായിട്ടുള്ള വഴിയിലൂടെ കരകവിഞ്ഞൊഴുകുന്ന യമുനാ നദി. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് വേണം വസുദേവർക്ക് ഗോകുലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാലാഗ്രഹം കൂട്ടി മുതല് കംസന്റെ അടുത്ത് തന്നെ കംസന്റെ അടുത്ത് കൊടുത്തു. കാവൽക്കാർ അതിന് കാവലിൽ നിന്നും ആർക്ക് തുറക്കാൻ പാടില്ല, കാവൽക്കാർക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ വസുദേവൻ ഒന്നും ആലോചിച്ചില്ല. ആ സമയത്ത് പെട്ടെന്ന് കാരാഗ്രഹം തുറക്കണു. എല്ലാവരും കടന്ന് ഉറക്കത്തിൽ പെട്ടുപോയി. അനന്തൻ വന്നിട്ട് ഭഗവാനെ കുടപിടിച്ചു കൊടുത്തു. വസുദേവന് ഒരു കൊട്ടയില് ആ ഭഗവാനെ തലയിലേറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ യമുനാ നദി ചെന്നപ്പോ ആ ഇളകി പറയുന്ന യമുനാ നദി കൂരിട്ട് നല്ല ഇടി മിന്നലക്കണ സമയത്താണ് ഭഗവാൻ ജനിച്ചത്. അപ്പോൾ യമുനാ നദി ഭഗവാൻ വരുന്നത് കണ്ടപ്പോൾ വഴിമാറി കൊടുത്തു. കാവൽക്കാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഗോകുലത്തിലും ഈ സമയത്ത് എല്ലാവരും ഉറങ്ങായിരുന്നു. വസുദേവൻ ആ കുഞ്ഞിനെ യശോദയുടെ അടുത്ത് കടത്തിയിട്ട് യശോദയുടെ പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത് തിരിച്ച് യാത്രയായി. ഇതൊക്കെ ഭഗവാൻ വസുദേവന്റെ മനസ്സിൽ തോന്നിപ്പിക്കണമാണ്. ദൈവത്തെ കഥ അതുപോലെ ചെയ്തു. ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ളത്. തിരിച്ച് കാരാഗ്രഹത്തിലെത്തിയപ്പോൾ എല്ലാം പഴയ മാതിരിയായി. എല്ലാം ആ ജയിലൊക്കെ അടച്ചു. അത് കളഞ്ഞു. എല്ലാവർക്കും പറഞ്ഞായിരുന്നു. ആ സമയത്താണ് ആ യോഗമായാദേവി, ആ ഭഗവതിയായിട്ടുള്ള യോഗമായാദേവി, ഭഗവാനെ വിട്ട് പിരിയാൻ സാധിക്കാത്ത ഭാഗവതത്തില് യോഗമായാദേവിയെ പറയുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ടായി, ഞാൻ ജഗദീശ്വരി ജഗദപ്പ പത്മനാഭ സഹോദരിയാണെന്ന് പറയണ്ടായി. രാധ വേറെ ജഗദംബിക വേറെ രണ്ടാമത്തെ ഞാൻ പറയും വിസ്തരിച്ച് പറയണ്ടായി. പറഞ്ഞ് മക്കൾ അറിയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ സമയത്ത് ഭഗവതി ഉറങ്ങേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. മഴന്മാര് കരച്ചിൽ കേട്ടപ്പോൾ എഴുന്നേറ്റു. വേഗം കംസനെ വിടാതിരിച്ചു. ദേവകി പ്രസവിച്ചു എന്ന് പറഞ്ഞു. കംസൻ വന്ന് നോക്കിയപ്പോ ആ കുട്ടിയിൽ പറയുന്ന പെൺകുട്ടിയായി കത്തുന്ന കണ്ടത്. പക്ഷെ ഒന്നും ആലോചിച്ചില്ല. ഞാനായ എങ്ങനെ വിഷ്ണു എങ്ങനെ വരുന്നത് മായാകാരക്കാരനാണ്, എങ്ങനെ വന്നത് അറിയില്ല എന്ന് വെച്ചിട്ട് ആ കുട്ടിയുടെ കാലിൽ പിടിച്ച് ആ മുന്നിൽ കണ്ട ഒരു കരിങ്കലിന്റെ മുകളിലാണ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കി പറഞ്ഞപ്പോ ആ കുട്ടി കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മാറിക്കൊണ്ട് ആ മുന്നോട്ട് കുതിക്കുകയാണ്. അങ്ങനെ കംസൻ മുകളിലേക്ക് നോക്കിയപ്പോ അനവധി കരങ്ങള്, അതായത് 1000 കൈകളോട് കൂടിയിട്ടുള്ള ജഗദീശ്വരി ഭഗവാന്റെ ശക്തി തന്നെയാണത്. ആ പരമാത്മചൈതന്യമായിരിക്കുന്ന ഭഗവാന്റെ ശക്തിയാണെന്ന് പറഞ്ഞു രണ്ടായിട്ട് മാറിപ്പോയത്. അങ്ങനെ അനവധി കരങ്ങളിലെ ആയുധം ധരിച്ചുകൊണ്ട് ആ യോഗമായ ദേവിയെ കംസൻ ദർശിച്ചു. നോക്കൂ, കംസന്റെ ഭാഗ്യം നോക്കി നോക്കൂ. ആ അമ്മയെ പോലെ കാണാൻ പറ്റി. അതാ പറഞ്ഞത്, എപ്പോൾ നോക്കിയാലും വിദ്വേഷഭക്തിയോട് കൂടിയിട്ട് ആ കംസൻ ആ ഭഗവാനെ കൃഷ്ണൻ എപ്പോ വരും നമ്മൾ ഇതുമാതിരി പറഞ്ഞ ഒരു ദിവസം ആ അമ്മയെ തന്നെ ആ ശക്തി, ഭഗവാന്റെ ശക്തിയെ പറഞ്ഞയക്കും. അതിനുശേഷം മാത്രമേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ദേവി കംസനോട് പറഞ്ഞു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിം മയാ ഹതയാ മന്ദ എന്നാ വിളിച്ചത്. നോക്കൂ, എത്ര ഉറക്കെ ദേവി പറഞ്ഞാ പറഞ്ഞത്. അതാ ജാതകൃതവാന്നകാൽ എത്ര പൂർവശത്രു ശത്രുർമാ ഹിംസി കൃപണാഭ്യഥ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ മൂഢ, എന്നെ കൊന്നത് കൊണ്ട് നിനക്ക് എന്താണ് കിട്ടാൻ പോണത്?
നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ അപ്പൊ അത് പറഞ്ഞാലേ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുള്ളൂ. അപ്പോ സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കുക. ഈ പാപങ്ങളെ വധിച്ചിട്ട് കാര്യമില്ല. ആ അമ്മയുടെ ദേഷ്യം നോക്കി നോക്കൂ. 6 പേരെ വധിച്ചിട്ടുള്ളതിനാണ് 7ാമത്തെ വധിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ദുഷ്ടനെ ദുഷ്ടനല്ലേ വിളിക്കുക. ഇത് കേട്ടപ്പോ കംസൻ പേടിച്ചു. അമ്മയുടെ ഭാവവും അമ്മയുടെ ഭാഗം കണ്ടപ്പോ ആ കംസൻ പേടിക്കുക എന്നുള്ളത്. അപ്പോ തന്നെ കംസൻ തോന്നി പശ്ചാത്താപം തോന്നി. വേണ്ട അമ്മയോട് പേടിച്ചിട്ടാണ് പശ്ചാത്താപം തോന്നുന്നത്. അപ്പൊ വെറുതെ വസുദേവരെയൊക്കെ ഉപദ്രവിച്ചു. അപ്പോ ഉടനെ തന്നെ കംസൻ ഭടന്മാരെ വിളിച്ചുകൊണ്ട് വേഗം അത് കെട്ട കഴിച്ചിടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കംസൻ അവരുടെ ഈ ദേവകിയും വസുദേവന്റെയും കാൽക്കൽ നമസ്കരിച്ചു എന്ന ഭാഗവതം പറയണം. നോക്കൂ, ആ അമ്മയെ പേടിച്ചിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞു ഒരാളുടെ ഞാൻ പറയണ്ടായി. നമ്മളെ നല്ലത് ചെയ്തതും നമുക്ക് വേണ്ട സമയങ്ങളിൽ ശിക്ഷ തരുന്നത് ആ അമ്മ തന്നെയാണ്. ആ ചെയ്ത ഒരാളിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് കംസൻ പുറത്തു വന്നിട്ട് വേഗം തന്നെ ഹൈ ലെവൽ മീറ്റിംഗ് മന്ത്രിസഭാ യോഗം തിരിച്ചറിഞ്ഞു. ആ തലേ ദിവസം ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. ഇനി താനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്നോ നാളെയോ ശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട്, ആ ശത്രു വന്നെന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഭാഗവതം പറഞ്ഞത്, അറിയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പൊ മന്ത്രിമാരൊക്കെ എന്താ പറയുക സമാധാനിപ്പിച്ചു, കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, രാജാവേ, ആ വേദങ്ങളെയും പശുക്കളെയും തപസ്വികളെയും നമുക്ക് നശിപ്പിക്കാം. കാരണം വിഷ്ണുവിന് ശക്തി കിട്ടുന്നത് അവരിൽ നിന്നാണ്. അത്രത്തോളം വിവരമുണ്ട് അല്ലേ? ആ വിഷ്ണു നമ്മളെന്ന് ഞാനെന്താ പറഞ്ഞത്, നമ്മള് അയ്യപ്പന് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി തൊഴണം, ഭഗവാനെ തൊഴണം. പല വട്ടങ്ങളിലും ഭാഗവതം പറയുന്നത് എന്തിനാ അമ്പലത്തിൽ പോണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശക്തി കിട്ടാനല്ല. അതായത് നമ്മൾ ഭഗവാന് ശക്തി കൊടുക്കാൻ, ശക്തിക്കായിട്ടല്ല. ഭഗവാന് ഭക്തനെ കണ്ടാൽ മാത്രമേ ഭഗവാന് ശക്തി ഉണ്ടാവുള്ളൂ. എത്രയോ നാട്ടിൽ അമ്പലങ്ങളോ ഇല്ലേ പൂജയ്ക്ക് ശാന്തിക്ക് എന്തെങ്കിലും കിടക്കുന്നുണ്ട്. നമ്മൾ എന്നാലും കൊണ്ടേ കൊടുക്കും. എവിടെ കൊണ്ടേ കൊടുക്കും? ഗുരുവായൂരത്തിന് കൊണ്ടേ കാശ് കൊണ്ടേ കൊടുക്കും ഇല്ലേ? ശബരിമലയ്ക്ക് കൊണ്ടേ കാശ് കൊടുക്കും, തിരുപ്പതി കൊണ്ടേ കാശ് കൊടുക്കും. എന്നാൽ അതിന്റെ 1% മതി നാട്ടിലെ അമ്പലങ്ങളിൽ ആ ഈശ്വരന്മാർക്ക് ശക്തി കൊടുക്കാൻ. ഈശ്വരന് ഒന്നും മാത്രമേ കണ്ടിട്ടില്ല. ഞാൻ അഭിപ്രായക്കാരനാണ്. ശബരിമലയെ കൊണ്ട് 8 കോടി കൊണ്ടുപോയിട്ട് പമ്പയെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കളഞ്ഞു. ആരുടെ പൈസ? നമ്മളുടെ പൈസയിലെ കൊണ്ടേ കളഞ്ഞത്. ചിന്തിക്കണം എല്ലാവരും. അതാണ് വേണ്ടത്. നമ്മുടെ പോലെ ഭഗവാനെ ഇവിടെ നാടൻ പുറത്തുള്ള അമ്പലങ്ങളിലും അതേമാതിരി തന്നെ ഈ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഒക്കെ ഒന്നാണ്. നമ്മൾ ഇന്നലെ മുഴുവൻ കുറേ നേരം ഞാൻ പറഞ്ഞത്, 2 മണിക്കൂർ ഞാൻ പറഞ്ഞു തന്നു. വേറെ ആ പ്രകടനത്തിൽ ഞാൻ പറഞ്ഞു തന്നു. എന്ന് വെച്ച് കൊടുക്കണമെന്നല്ല പറയണത്. അതുപോലെ ഓരോരോ അമ്പലങ്ങളിലും ചൈതന്യം വർദ്ധിക്കുന്നത് തന്റെ ഭക്തന്മാരെ കണ്ടുകൊണ്ടാണ് ആ ചൈതന്യം വർദ്ധിക്കുന്നത്. ഒരിക്കലും നാട്ടിനെ ആരെങ്കിലും വിളിച്ച് പറയാണ് ഞങ്ങളോട് സപ്താഹ നടക്കാണ് പ്രത്യേക കാഴ്ചയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. നല്ല കാര്യമില്ലേ? എന്തിനാ? ആ ഭഗവാന്റെ ചൈതന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാം. അങ്ങനെ എന്തുണ്ടായിരുന്നെങ്കിൽ ഈ തപസ്സുകളെ നശിപ്പിക്കുക. ഇവരാണ് വിഷ്ണുവിന്റെ ശക്തി. വേദങ്ങളും പശുക്കളും തപസ്സുകളുമാണ് ആരുടെ ശത്രു. ഇത് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് എല്ലാ വീടുകളും കയറിയിട്ട് ആ ജനിച്ച കുട്ടികളെ എല്ലാം വധിക്കാം എന്ന് തീരുമാനമെടുത്തു. അപ്പോ ഹേ രാജാവേ, ഒന്നൊരു ഉപദേശം, മനസ്സാണ് അമ്മയുടെ പരിഭ്രമത്തിന് കാരണം. നമ്മുടെ മനസ്സാണ് ഈ പരിഭ്രമത്തിന് കാരണം. ഒരു സംശയവും വേണ്ട. നമ്മുടെ പിന്നാലെ ഒരാളുണ്ട്, ഭയം എന്ന് പറഞ്ഞ ആളുണ്ട്. ആ ഭയവും പരിഭ്രമവും മായയാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ കേട്ടപ്പോ കംസൻ കുറച്ച് സമാധാനമായി എന്നാ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു റൂളിറക്കി, വിവരമില്ലാത്ത ആൾക്കാർ മാതിരി ഗോഹത്യ ചെയ്യുക, ശിശുഹത്യ ചെയ്യുക, ബ്രഹ്മഹത്യ ചെയ്യുക എന്ന ബില്ലുകളൊക്കെ പാസ്സായി. നമ്മളുടെ അവിടെ ബില്ലുകളൊക്കെ പാസ്സാവുന്നുണ്ട്, വേണ്ട ബില്ലൊക്കെ പാസ്സാവുന്നുണ്ട് കേട്ടോ. അതേമാതിരി അപ്പൊ കംസന്റെ ഒക്കെ വിചാരിച്ചാൽ മതി, ബില്ലുകളെന്ന് വിചാരിച്ചാൽ മതി. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോ ഇവിടെ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ആരും രീതിയിൽ അങ്ങനെയാണ് എല്ലായിരിക്കുന്നത്. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ചീത്തകളിട്ട് പണി കിട്ടിയത് ഒരു കാരണം വേണ്ട. അതായത് ഇവിടെ ഗോകുലത്തില് എല്ലാവരും എഴുന്നേറ്റപ്പോ യശോദയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷത്തിലാണ് എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തു നടന്നത്. ഉണ്ണി ജനിച്ച അവിടെയാണ്. അപ്പോ നന്ദഗോപൻ ആ സമയത്ത് ബ്രാഹ്മണന്മാർക്ക് ദാനങ്ങൾ ചെയ്തു. അവിടെ
ആനകദുന്തുകിയായിട്ടുള്ള വസുദേവൻ ഭഗവാൻ ജനിച്ച വഴിക്ക് മനസ്സാതെ 1000 ബ്രാഹ്മണന്മാർക്ക് പശുക്കളെ ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ദാനത്തിന്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു. പിന്നെ ഹോമം, പൂജകള്, ജപം എന്നിവയൊക്കെ നടത്തി ആ നന്ദഗോപന്റെ ഗൃഹത്തിലെ ഉത്സവമായിരുന്നു പറഞ്ഞത്. എല്ലാം നല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീശുദ്ധബ്രഹ്മേശ്വരേ പരിഷ് മഹാരാജാവേ നന്ദഗൃഹം വൈകുണ്ഠം പോലെയായിട്ട് തീർന്നു. അവിടെ കഷ്ടപ്പാടുകൾ ഇല്ലാണ്ടായിട്ട് തീർന്നു. അങ്ങനെ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ട് ആ ഉണ്ണിയെ കാണാൻ വന്നവർക്കാർക്കും മടങ്ങിപ്പോവാനോ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാനോ ഗൃഹകാര്യങ്ങളുടെ ശ്രദ്ധയോ ഉണ്ടായില്ല. എല്ലാവരും അവരുടെ വീടിന്റെ ഉള്ളിൽ അടിച്ചു കൂടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഭഗവാൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭഗവാൻ എന്തായി നന്ദഗോപന്റെ ഗൃഹത്തില് ലക്ഷ്മി സ്ഥിരമായിട്ട് താമസമായി. ഭഗവാനെ വിട്ടിട്ട് ലക്ഷ്മി ദേവി മാറിയിരിക്കുക. അപ്പോ അതാ പറഞ്ഞ ഭഗവാനെ ആകർഷിക്കുന്നവരാണ് ഭഗവാൻ. അപ്പോ ആ ഭഗവാൻ ഒരു ദിവസം നന്ദഗോപര് ഈ കരം അടയ്ക്കാൻ വേണ്ടി കൺസെപ്റ്റ് കൊണ്ടാകും. കരം എന്ന് പറഞ്ഞെങ്കിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തി പോയപ്പോ ആ വസുദേവന്റെ ഗൃഹത്തിലും പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് ചിരകാല സുഹൃത്തുക്കളായിരുന്നു. അവർ പരസ്പരം ഉണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോ ആ വസുദേവന്റെ 8ാമത്തെ പുത്രി അതുമാതിരി അതിനെ കൺസൺ പഠിക്കാൻ നോക്കിയപ്പോൾ അത് ആകാശത്തേക്ക് ഉയർന്നു പോയി എന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. നന്ദഗോപര് പറഞ്ഞു എനിക്കൊരു പുത്രനുണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുത്തു. രോഹിണിന്റെ ഗർഭിണിയായ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം പരസ്പരം പറഞ്ഞപ്പോൾ സന്തോഷിച്ചിരുന്നു. അവസാനം വസുദേവന് പറഞ്ഞു നന്ദഗോപ ഇവിടെ നിൽക്കേണ്ട വേറെ പോകുള്ളൂ. നന്ദഗോപന്റെ കാര്യമില്ല. ഇവിടെ കംസൻ നിയമം ഇട്ടിട്ടുണ്ട് കുട്ടികളെ വഹിക്കുന്നുള്ളത്. ഇനി രാത്രി ഇവിടെ കടന്നിട്ട് കളിക്കണ്ട, നേരെ പൊക്കോളൂ എന്ന് അത് പറഞ്ഞു. നന്ദഗോപരെ നന്നായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഭൂതനാമോഷം എന്നുള്ള കഥയെ പറ്റിയിട്ടാണ് ആ ശ്രീശുദ്ധബ്രഹ്മേശ്വരൻ മഹാരാജാവ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ കംസന്റെ പ്രേരണ കൊണ്ട് പല അസുരന്മാരും ശിശുഹത്യയും ബ്രഹ്മഹത്യയും ഗോഹത്യയും ചെയ്യാൻ വേണ്ടി വലിയ അതില് പൂതന എന്നൊരു രാക്ഷസി ഉണ്ടായിരുന്നു. അത് ഈ പൂതന എല്ലാ വീടുകളിലും കയറിയിറങ്ങിയിട്ട് ആ ശിശുക്കളെ വധിക്കാൻ വേണ്ടി തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോ ഈ സ്ത്രീ ആയതുകൊണ്ട് അവള് ആരുടെ വേഷം ഒരു ഗോപസ്ത്രീയുടെ വേഷം കിട്ടണം അവിടെ ചെന്നത്. അവ പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീ ആയതുകൊണ്ട് ഏത് ഗൃഹത്തിൽ ചെന്നാലും ആ വീട്ടിലെ കുട്ടിയെ എടുക്കാനും ലാളിക്കാനും സ്തന്യം കൊടുക്കാനൊക്കെ സ്ത്രീകൾക്ക് അധികാരമെന്ന് പറയാം. അവള് അതുമാതിരി ഗോകുലത്തിലെത്തി സുന്ദരിയായിട്ടുള്ള ഗോപസ്ത്രീയുടെ വേഷം കെട്ടി. എന്നിട്ട് ആ നന്ദഗോപൻ മധുരയ്ക്ക് പോയ സമയത്ത് ഈ ടയസറയ്ക്ക് പോയ സമയത്താണ് മധുരയെത്തിയെന്ന് പറയുന്നത്. അങ്ങനെ അവള് ആ കുട്ടിയെ എടുത്ത് ഭഗവാനെ എടുത്ത് മാറോടണച്ചുകൊണ്ട് ആ സ്തന്യം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ സ്തനത്തില് കാളകളുടെ വിഷം വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ തന്റെ പിഞ്ചുവായ കൊണ്ട് ആ സ്തന്യം വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭഗവാന്റെ സ്തന്യപാനം കണ്ട് മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തി എന്നാണ്. ആരാ ഈ പൂതനെന്ന് പറയുന്നത്? ഞാൻ നേരെ പറഞ്ഞു, രത്നമാലി എന്ന് പറയുന്ന. എന്തുകൊണ്ടാണ് ഭഗവാൻ വലിച്ചു കുടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാമൻ, അതായത് മഹാബലിയുടെ മകളായിട്ടുള്ള ആ രത്നമാലിയാണ് പൂതനയായിട്ട് വന്നിരിക്കുന്നത്. തൻ്റെ ഭക്തൻ, അതായത് തനിക്ക് സ്തന്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച രത്നമാലിയുടെ അവതാരമായതുകൊണ്ട് ആ ഭഗവാൻ എന്ത് കൊടുത്താലും ഭഗവാൻ ഭക്തൻ കൊടുത്തതൊക്കെ ആ ഭക്തനാഥിനായിട്ടുള്ള ഭഗവാൻ വലിച്ചു കുടിക്കുന്നതാണ്. അതിനെ കൃഷ്ണൻ ആകർഷിക്കുന്നവൻ, നമ്മളെ വലിക്കുന്നവൻ എന്നാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോ അങ്ങനെ ആ മറ്റുള്ളവരൊക്കെ ആശ്ചര്യപ്പെട്ട് എന്താ ഇങ്ങനെ കുടിക്കുന്നത് എന്നുള്ളത് ഭാവത്തിൽ എന്താ പറയുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോ പൂതനയ്ക്ക് ആശ്ചര്യമായി. അപ്പൊ പൂതനയ്ക്ക് അറിയില്ലല്ലോ ഇത് രത്നമാലിന്റെ ജന്മാണെന്ന് അറിയില്ല. അപ്പോ അങ്ങനെ ഭഗവാൻ അതായത് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അങ്ങനെ സ്തന്യം പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ആ പൂതനയുടെ സ്വരൂപത്തിലേക്ക് തിരിച്ച് അതിന് മോക്ഷം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അതിന് രക്തം വരെ പിടിച്ചു കുടിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോ വേദനിച്ച അവള് ആ കുഞ്ഞിനെ ആ സ്ഥലത്തിൽ നിന്ന് ഉയർത്തിയിട്ട് താഴെ വയ്ക്കാൻ നോക്കി. ഭഗവാൻ പിടിവിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവള് അവന്റെ ഭഗവാന്റെ ആ തലയ്ക്ക് അടിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അവസാനം ഒരു മരം വീഴുന്ന പോലെ അവളാണ് പറഞ്ഞാണ്ട് വീണു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഗോപസ്ത്രീ വേഷം മാറിയിട്ട് അസുരസ്ത്രീ ആയിട്ട് മാറി എന്നാ പറഞ്ഞത്. അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു എന്നാ പറഞ്ഞത്. ഞാൻ പറയണ്ടായി അതൊക്കെ നമ്മൾ തത്വങ്ങളിലേക്ക് കഴിഞ്ഞാൽ പറയാം. കുറച്ച് വായിച്ചതിന് ശേഷം ഈ ശകടാസുരൻ ആരാണ്, അതുമാതിരി ഈ പൂതന ആരാണ്, എല്ലാ അസുരന്മാരെ ഭഗവാൻ വരച്ചു. അതെല്ലാം നമ്മളുടെ ആ വികാരങ്ങളെയാണ് പറയുന്നത്. അത് താത്വികപരമായിട്ട് ചിന്തിക്കും
ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാം ഈശ്വരനാണ്. അപ്പം നമ്മളുടെ ആ വക കാര്യങ്ങളാണ്, നമ്മൾ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യ കഥ വന്നതിന് ശേഷം ഇനി ഇവിടുന്ന് നോക്കൂ, ഇന്ന് കുറേയൊക്കെ വായിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടി വായിക്കും. ഒരു 10 മണി വരെ വായിച്ചതിന് ശേഷം പിന്നെ നേരത്തെ മാതിരി ഒരു 2.5 മണിക്കൂർ തുടർച്ചയായിട്ട് ആ ഭഗവാന്റെ ലീലകൾ മാത്രമേ പറയാൻ പോകുന്നുള്ളൂ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും എന്തെല്ലാം ഭഗവാൻ ലീലകൾ കാണിച്ചിട്ടുണ്ട്. അത് തത്വങ്ങളും നമുക്ക് വളരെ പറയാം. ഉച്ചവരയ്ക്ക് അങ്ങനെയൊക്കെയാണ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ കുറച്ച് വായന പോഷണമൊക്കെ തീരട്ടെ. എന്തായാലും അങ്ങനെ എന്താ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോപസ്ത്രീ പോയിട്ട് അസുരസ്ത്രീ ആയപ്പോൾ എല്ലാവർക്കും ഭയപ്പെട്ടു എന്ന് പറഞ്ഞത്. ചിലര് ധൈര്യസമേതം പോയിട്ട് കുഞ്ഞിനെ പോയിട്ട് എടുത്തു എന്ന് പറയുന്നത്. ആ സമയത്താണ് നന്ദഗോപൻ തിരിച്ചു വരുന്നത്. ആ പൂതനയുടെ ശരീരം ദഹിപ്പിക്കുമ്പോൾ സുഗന്ധം പറക്കുന്ന പറയുന്നത്. അതായത് ഭഗവാനെ പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകും. നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് പാലഭിഷേകം ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ അതാണ് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ എന്താ പറയുക, നമ്മുടെ അതായത് ഈ പഞ്ചോപചാര പൂജകളെന്നൊക്കെ പറയുക. ആകാശത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഭഗവാന് പൂ കൊടുക്കുന്നുണ്ടല്ലോ, ആ പൂ സമർപ്പിക്കുന്നതിനാണ് ആകാശത്തിന് കൊടുക്കുന്നത് ഭഗവാൻ കൊടുക്കുന്നത് പഞ്ചബോധങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഞാൻ പറയാം, അതായത് ഓരോരോ ചന്ദനത്തിന് എന്തിനാണ് നമ്മൾ കത്തിക്കുന്നത്, നെയ്വടക്ക് എന്തിനാണ് കത്തിക്കുന്നത്, അതേമാതിരി ഈ മാലയുടെ വഴക്കന്മാരി എന്തിനാണ് കൊടുക്കുന്നത്, ഇതിനൊക്കെ ഇതിലൊരു ശാസ്ത്രങ്ങളുണ്ട്. പാല് കൊടുക്കണത്തിനാണ്. ഇത് നമ്മൾ ഗോവിന്ദാഭിഷേകം വരുമ്പോൾ ആ നമ്മളുടെ ശരീരവും മനസ്സും ശുദ്ധിയാവാനാണ് ഭഗവാനെ പാല് നിവേദ്യം ചെയ്യുന്നത്. അത് ഇപ്പം നമ്മൾ ഞാനൊരു അവരോട് പറഞ്ഞിട്ടുണ്ട്, കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ ഇവിടെ വയ്ക്കും. ഭഗവാനെ നിങ്ങളെ ഓരോരുത്തരായി പറഞ്ഞ ഭക്തിയോട് കൂടിയിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തിനെ പൂജിക്കുമ്പോൾ ആ ഗോവിന്ദനായിട്ട് വന്നിട്ടുള്ള ഭഗവാനെ നിങ്ങളെല്ലാവരും പാല് അഭിഷേകം ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങളൊക്കെ അവിടെ പോയിട്ട് നിങ്ങളോട് നമുക്ക് പത്രമൊക്കെ ഉണ്ടാവുക അറിയില്ല. എന്നാ നോക്കിയിട്ട് നിങ്ങൾ കൊടുത്ത് അത് നോക്കിയത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന് പാല് കൊടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു, ആ എന്താ ഭഗവാന് താമര കൊടുത്ത വലിയൊരു താമര കൊടുത്തപ്പോൾ നമ്മുടെ ബുദ്ധിയെ ഭഗവാൻ സമർപ്പിച്ച് കഴിയുന്നു നമ്മളിന്നലെ പറഞ്ഞു. അതുപോലെ ഓരോ മനസ്സിനെയും ശരീരത്തെയും ഈ ശരീരത്തെ സമർപ്പിക്കാനാണ് ഈ പറഞ്ഞ പാലഭിഷേകം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആ പൂതന്റെ ശരീരം ദഹിപ്പിക്കുമ്പോൾ സുഗന്ധം പടർന്നു എന്ന് പറഞ്ഞു. ആ നന്ദഗോപനെ വസുദേവൻ പറഞ്ഞ കാര്യം അപ്പോൾ വെറുതെയുള്ള വസുദേവൻ പറഞ്ഞതിലൂടെ വേഗം പോക്കട്ടാത്തിൻ്റെ പോക്കണം എന്ന കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ആ ഭഗവാൻ അവള് പാല് നിവേദിച്ചത് കൊണ്ടാണ് അവളുടെ ശരീരം സുഗന്ധമായത്. നമ്മളുടെ മനസ്സിലെ ദുർഗന്ധങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഭഗവാന് പാൽപ്പായസോ പാലുകളോ സമർപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ അവർക്ക് മോക്ഷം ലഭിച്ചു. അങ്ങനെ പൂതനയുടെ കഥ കഴിഞ്ഞു. അതിനുശേഷം ശകടാസുര പദം എന്ന് പറഞ്ഞിട്ട് ഒരു ലീല ഭഗവാൻ ആടി. അതായത് ഭഗവാന്റെ 28ാം പദനാളിൻ്റെ ഒരു ദിവസം വന്നു. നന്ദഗോപന്റെ ഗൃഹത്തിൽ ആ ക്ഷണിച്ചവരെല്ലാം എത്തി. യശോദ പറഞ്ഞു, യശോദ നടന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അമ്മമാരെ ഓടിയുണ്ട് അവിടെ അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ അവർ ഉള്ളിൽ കൊടുക്കുമ്പോഴൊക്കെ സ്വീകരിക്കും. അടുക്കളയിലിരുന്ന് വർത്താനം പറയും. കുറച്ചൊക്കെ അവർക്ക് ദുഷ്യപ്പം നായനൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇതൊക്കെ ഭഗവാൻ ഓട്ടിയിട്ട് ഭഗവാൻ ഇതൊക്കെ അറിയാം. അങ്ങനെ ആ അതിഥികളെ സൽക്കരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞത്. അപ്പോൾ കാലത്ത് ഉണ്ണിക്ക് ആ സ്തന്യം കൊടുത്ത് വരാന്തയിൽ കിടത്തിയിരിക്കുകയെന്ന് പറഞ്ഞത്. അങ്ങനെ ഉറക്കിയെന്നാണ് പറഞ്ഞത്. ഭഗവാനോട് ഉറക്കാൻ പറഞ്ഞത്. അപ്പോൾ മറ്റു കുട്ടികളോട് ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു എന്നുള്ളത് അടുക്കളയിലേക്ക് കൂടി അവിടെ നല്ല തിരക്കടി ഉറക്കാൻ പറഞ്ഞാൽ ഭഗവാന്റെ ആ സമയത്ത് അതുവരെ അവിടെ ഇല്ലാത്തൊരു വണ്ടി അവിടെ വന്നു. ഒരു കാളവണ്ടിമാരൊരു വണ്ടി അവിടെ വന്നു. ഈ വണ്ടിക്കൊക്കെ താല്പര്യപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. എന്താണെന്ന് നമ്മൾ ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തത്വങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അത് പതുക്കെ യശോദ ഉള്ളിൽ പോയ സമയത്ത് പതുക്കെ തന്നെത്താൻ നീങ്ങി വന്ന് ആ ഉണ്ണി കിടക്കണ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഉണർന്ന മാതിരി കാണിച്ചു. അങ്ങനെ ആ കാല് കൊണ്ട് ചെറിയ കുഞ്ഞിക്കാല് കൊണ്ട് ഉയർത്തിയത് ചവിട്ടു കൊടുത്തു. സ്പർശിച്ച ഉടനെ തന്നെ ആ വണ്ടി ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വണ്ടി എല്ലാം പൊട്ടി തെറിച്ചിട്ട് കീഴ്പ്പെട്ട് വന്നിട്ട് പാറക്കല്ലിൽ വന്നിട്ട് ചിന്നി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. ആ ശബ്ദം കേട്ട് യശോദ ഓടി വന്നപ്പോൾ കണ്ടത് പുറത്ത് കുഞ്ഞിനെ വലിയെടുത്തു. ആ മറ്റു കുട്ടികളുണ്ടായ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അപ്പോഴും യശോദയ്ക്ക് വിശ്വാസമായില്ല. മണ്ടത്തരം അറിയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ ശരീരം ആർക്കും കാണാൻ
കാണാൻ പറ്റില്ല. അതായത് ചക്രാസുരനെ പല രൂപങ്ങളും ധരിക്കാം എന്നുള്ള ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതായത് അവൻ ഹിരണ്യാക്ഷന്റെ മകനായിട്ടുള്ള ഉത്കജൻ എന്ന് പറഞ്ഞിട്ടുള്ള മകനാണ്. ഹിരണ്യാക്ഷന്റെ മകനാണ് ഉത്കജൻ. അങ്ങനെ ആ രോമേശ മഹർഷിയുടെ ശാപം മൂലം അവന് രൂപമില്ലാത്തവനായിരുന്നതാണ്. അങ്ങനെ രൂപമില്ലാത്ത പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വലിയ രോമേശ മഹർഷിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ രോഗമില്ലാത്തവരല്ലോ. അതായത് കാരണസമിതിയിൽ അവനെന്ത് ചെയ്യുന്നെങ്കിൽ വനത്തിലെ വൃക്ഷങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്നവർ വൃക്ഷങ്ങളൊക്കെ മുക്കിലാണ്ട് ജോലിയുണ്ടാവുന്നത് ഈ അസുരന്റെ ജോലി. ഇത് കണ്ട് ആ രോമേശ മഹർഷി ദേഷ്യം വന്നുകൊണ്ട് അവന് ശാപം കൊടുത്തു. നിനക്ക് രൂപമില്ലാണ്ട് പോട്ടെ, നിനക്ക് എന്നാണോ നിനക്ക് ഭഗവാന്റെ പാദസ്പർശനം കിട്ടുന്നത് അന്ന് നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹവും ഭഗവാൻ കൊടുത്തു. നമ്മൾ നിലയ്ക്ക് പറഞ്ഞ എല്ലാ മഹർഷിമാരെ ശപിക്കുകയും ചെയ്യും. നല്ലതിന് വേണ്ടിയിട്ടാണ് വിഗ്രഹത്തിനെ ആ ശപിച്ചതും ഈ കാര്യങ്ങൾ വേദനായതും ഒക്കെ ആ ഭഗവാൻ അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ അതിനുശേഷം തൃണാവർത്തൻ വന്നു. ഒരു ദിവസം യശോദ ആ ഭഗവാൻ മടിയിൽ വെച്ച് ആ സ്തന്യം കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കണം കൂടി വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് ആ കുട്ടിയെ എടുത്ത് താഴെ വെച്ചു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് താഴെ വെച്ച സമയത്ത് എന്തായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് വന്നു. ഒടിപടലം കൊണ്ടാണ് ഗോകുലങ്ങൾ മൂടി. യശോദ കണ്ണടച്ച് തുറന്ന സമയത്ത് കുട്ടിയെ കാണാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ യശോദ നിലവിളിച്ച് കുട്ടിയെ കാണാനില്ല. ആളുകളൊക്കെ ഓടിയെത്തി. സ്ത്രീകൾ കരയാൻ തുടങ്ങി. മറ്റുള്ളവർ കുട്ടിയെ കരയാൻ വേണ്ടി അങ്ങോട്ടും ഓടിപ്പാതിലായി. ആ സമയത്ത് ആ തൃണാവർത്തൻ ചുഴലിക്കാറ്റായിട്ട് വന്നിട്ട് ഭഗവാനെ മേലോട്ട് കൊണ്ടുപോയി ഭഗവാനെ പഠിക്കാൻ വേണ്ടി മേലോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അമ്മയിൽ നിന്ന് വിട്ടുമാറാനായിട്ടാണ് സ്വന്തം നമുക്കിപ്പോൾ കണം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കില്ലേ, അതേമാതിരി ആ കണം വെപ്പിച്ചതാണ് ഭഗവാൻ. അല്ലെങ്കിൽ അസുരൻ യശോദയെയും കൂട്ടിയിട്ടാണ് വരുന്നത്. നോക്കൂ, അമ്മയെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭഗവാനുമായി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ വന്നപ്പോ അമ്മയുടെ തുടയിൽ നിന്ന് കണം വെപ്പിച്ച് കഴിഞ്ഞ ശേഷം അമ്മ എടുത്ത് നിലത്ത് കടത്തി ആ ഭഗവാനെ കൂടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ യശോദയും കുട്ടിയും കൂട്ടിയിട്ടാണ് അസുരൻ മൂന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയണേ പരീക്ഷത്തിലേക്കൊക്കെ ആ ഈശ്വരൻ രക്ഷയാണ് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീശുദ്ധമായി പറയുകയാണ്. അങ്ങനെ ആ ഉയരത്തിൽ നിന്ന് ഭഗവാനെ താഴോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി മരിച്ചു പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ പ്രണാവർത്തൻ ആ കഴുത്തിൽ വിചാരിച്ചത്. ഭഗവാൻ ചെയ്തു അത് കഴുത്തിലാണ് ഒരിക്കലാണ് വിളിച്ചുകൊണ്ടാണ് നെഞ്ചെന്നാണ് പറയുന്നത്. അവൻ കൈവിടർത്താൻ വേണ്ടി നോക്കി ഭഗവാൻ കൂടുതൽ അമർത്തി പിടിച്ചപ്പോൾ ശ്വാസം മുട്ടി. അങ്ങനെ കണ്ണു തുറച്ചുകൊണ്ട് ആ കീഴ്പോട്ട് കൊണ്ടിട്ടാണ് മരിച്ചു എന്ന് പറയുന്നത്. ആ ഭഗവാൻ അവന്റെ നെഞ്ചിൽ കത്തി കിടക്കുന്നത് കൊണ്ട് ആ ഓടി വന്നിട്ട് കുട്ടികളൊന്നാണ് യശോദ കുട്ടിയെടുത്തു. തുടർച്ചയായി ആ വരുന്ന അവസ്ഥകളെ കണ്ട് കുടലവാസികളൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യശോദ കണ്ണനെ മടിയിൽ വെച്ച് ആ സ്തന്യം കൊടുക്കുന്ന സമയത്ത് ആ കപടമാനുഷനായിരിക്കുന്ന ആ ബാലസഹിതമായ സമ്പ്രദായങ്ങളെ കൊണ്ട് അമ്മയെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞ ഭഗവാൻ. അങ്ങനെ ആ കപടമാനുഷനാണ് ഭഗവാൻ. അങ്ങനെ എല്ലാവരും പറ്റിക്കാനുള്ള ആ രീതിയിലാണ് വരുന്നത്. അങ്ങനെ അമ്മയെ നല്ലോണം സന്തോഷിപ്പിച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതായത് എങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെ ആ പാല് കുടിക്കാത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സ്ഥാനത്തില് വായിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് മറ്റേ സ്ഥാനം അതായത് ആ മുലക്കെണ്ണ തിരുമ്മിയിട്ട് ആ അമ്മയുടെ മുഖത്ത് നോക്കി ആ കണ്ണെടുക്കാതെ യശോദയെ നോക്കി പതുക്കെ ചിരിച്ചുകൊണ്ടാണ് യശോദ അങ്ങനെ നോക്കിയിട്ട് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞത്. ഈ യശോദ ആരാണ്, ദേവകി ആരാണെന്നൊക്കെ അതൊക്കെ അത് നമുക്ക് പറയാം. രാമായണത്തില് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി എടുത്തതാണ് യശോദി പരമാവധിയൊക്കെ. അതാരൊക്കെയാണെങ്കിൽ കൈകേയിക്കും കൗസല്യക്കും പറ്റിയിട്ടുള്ള ആ കഥ അത് പറയാം, ശേഷം പറയാം. അവരാണ് കൗസല്യം എന്നാണ് യശോദയും ദേവകിയും എന്നുള്ളത്. 14 വർഷം രാമനെ വനവാസത്തിലേക്ക് അയച്ച ആ കർമ്മഫലത്തിന്റെ ഫലം 14 വയസ്സ് വരെ ദേവകിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. അങ്ങനെ ആ പെട്ടെന്ന് അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ നോക്കി ഭഗവാനിലേക്ക് യശോദ എപ്പോഴും ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞത്. പെട്ടെന്ന് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സ്തന്യം കുടിക്കുന്ന സമയത്ത് ആ സ്ഥലത്തെ വായിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് കോട്ടുവായി എത്തുന്നതാണ്. കോട്ടുവായി എത്തപ്പോൾ ആ കണ്ണ് തുറന്ന യശോദ ആ ഭഗവാന്റെ വായ്ക്കുള്ളില് ബ്രഹ്മാണ്ടത്തെ ദർശിച്ചു എന്ന് പറഞ്ഞു. പർവ്വതങ്ങള്, സമുദ്രങ്ങള്, കാടുകള്, നാടുകള്, കൊട്ടാരങ്ങള്, ഭൂഗോളം, 14 ലോകങ്ങളിലൊക്കെ ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഭൗതികത്തിലെ ഇത് കാണാൻ കഴിയാത്തത്. ഇത് എന്തോ
എനിക്കൊരു ഭ്രമം സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ആരും യശോദ പരിപാടിച്ച് കണ്ണടച്ചു. കണ്ണു തുറന്നപ്പോൾ ഇതാണ് ആ അങ്ങനെ ഭഗവാൻ കാണിച്ചു കൊടുത്തു, ഭഗവാന്റെ ലീലയെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത്. ഇതന്നെയാണ് പറഞ്ഞ ഉദൂഖലത്തിന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ അമ്മ കലശനായിട്ട് പേടിച്ചു കൊണ്ടുള്ള ഭഗവാൻ ഉടനെ തന്നെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ പഴയ പോലെ തന്നെ അമ്മ സൈന്യം കുടിക്കാൻ തുടങ്ങി. ആ യശോദ ഈ വിവരം ഗോകുലവാസം പറഞ്ഞപ്പോൾ അവർക്ക് ഭയവും സംശയമൊക്കെ വർദ്ധിച്ചു. ഇതാരാണ് എന്നറിയാനുള്ളതൊക്കെ അതിനുശേഷം ഇനി ഇവിടുന്ന് ഭഗവാന്റെ പദ്ധതികളെ പറ്റി വർദ്ധിക്കാം. അത് നമുക്ക് ഇന്ന് ചായയ്ക്ക് കഴിച്ചു വന്നതിന് ശേഷം ഇന്ന് നമുക്ക് കുറച്ച് പാഠലീലകളൊക്കെ പറയാം. തൽക്കാലം നമുക്ക്
എന്നൊക്കെ ഇനി സംസാരം കുറച്ച് നിർത്തുക. നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഇന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ശബ്ദം പഠിച്ചുട്ടോ. അപ്പോ അതായത് ഈ ഭഗവാൻ യശോദമ്മയ്ക്ക് തന്റെ വായ പിടിച്ചപ്പോൾ ഈ സൗരയൊക്കെ 14 ലോകങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഒരു ദിവസം ഈ നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഗർഗ മഹർഷി അവിടെ ഗോകുലത്തിൽ വന്നത് അവരുടെ കുലഗുരുവാണ്. അപ്പോ നന്ദഗോപുര് ഈ 2 കുട്ടികൾക്കും ഗർഗ മഹർഷിയുടെ പേരുടെ കർമ്മം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഈ ഗർഗ മഹർഷി എല്ലാവരെയും രണിപ്പിക്കുന്നവനായതുകൊണ്ട് ഈ ബലരാമന് എന്തുണ്ടായിരുന്നെങ്കിൽ രാമൻ എന്ന് പേര്. അതേമാതിരി തന്നെ വളരെ ബലവാനായത് കാരണം ബലൻ എന്നും പേരിട്ടു. അങ്ങനെ ബലഭദ്രൻ, ബലരാമൻ എന്നൊക്കെ പേരിട്ടു. രണ്ടുണ്ട് ഭഗവാന്. ബലം കൂടുതലുമാണ്, എല്ലാവരും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആ ബലരാമൻ. അതുമാതിരി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതായത് കൃഷ്ണവർണ്ണമായത് കാരണം കൃഷ്ണവർണ്ണമായിരിക്കുന്ന ഭഗവാനിരിക്കുന്നു. ആ കൃഷ്ണവർണ്ണമായിരിക്കുന്നതിന്റെ ഭഗവാന് കൃഷ്ണൻ എന്ന് പേരിട്ടു. അത് ഈ വസുദേവന്റെ പുത്രനായത് കാരണം കൊണ്ട് വാസുദേവൻ എന്നൊരു പേരും മഹർഷി കൽപ്പിച്ചു എന്നാണ്. അപ്പോ ഈ ജീവാത്മാവാകുന്ന നമ്മളെ എല്ലാം പരമാത്മാവാകുന്ന കൃഷ്ണൻ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ എന്ന് ആകർഷിക്കുക. അപ്പോ അങ്ങനെ നമ്മളെ എല്ലാം എന്താ പറയുക ആകർഷിക്കുന്നവനായത് കാരണം ഭഗവാന് കൃഷ്ണൻ എന്ന് പേര് വന്നു. അങ്ങനെ ഭഗവാന്റെ ബാലലീലകളെ പറ്റിയിട്ടാണ് അതിനുശേഷം ശ്രീശ്വര ബ്രഹ്മർഷി പറയാണ്, ഈ പരിശുദ്ധ മഹാരാജാവെ ആ ഭഗവാൻ കുറെ ബാലലീലകള ആടി. അത് ഞാൻ പറഞ്ഞു തരാറ്. അതായത് കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം ലിംഗമാനോ വിജപ്രദോ. ആ പതുക്കെ ഭഗവാന്റെ ഓരോ ലീലകള് ഗോകുലത്ത് കാണിച്ചു കൊടുത്തു പറയാണ്. അതില് ഈ 8ാമത്തെ അധ്യായത്തില് ദശമസ്കന്ധത്തില് 22ാമത്തെ ശ്ലോകം തൊട്ടിട്ട് ഭഗവാൻ കാണിച്ചിട്ടുള്ള ബാലലീലകളാണ് പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ കാണിച്ച കുട്ടി എങ്ങനെയാണ് ഒരു കുട്ടി എങ്ങനെയാണോ അത് പറയാം. താവഗ്രയുഗ്മമനുഗൃഹ്യ സരസ്യ ബന്ധൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദ്ധമേഷു തന്നാദഹ്യഷ്ടമനസോ അനുസൃത്യ ലോകം മുഗ്ധപ്രഭീതവതുപേതു അന്തിമിത്രോ എന്ന് പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കില് ഈ 2 പേരും കുട്ടികളെ അതാണ് അംഗ്രിയുഗ്മം എന്ന് പറഞ്ഞെങ്കില് 2 മുട്ടുകൾ എന്നാണ്. അതുമാതിരി അനുകൃഷ്യ എന്ന് പറഞ്ഞാൽ ഏകി വരിക്കുക. നമ്മുടെ കുട്ടികളെ മുട്ടുകുത്തില്ലേ, അങ്ങനെ ഏകി വെച്ചിട്ടാണ് കുട്ടികളിങ്ങനെ മുട്ടുകുത്തുകൊണ്ട് നടക്കുക. അങ്ങനെ അത് കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ഘോഷപ്രഘോഷ രുചിരം എന്ന് പറഞ്ഞു. അതായത് ആ ഭഗവാന്റെ അരയില് എന്താ പറയാ ചുറ്റിയിട്ടുള്ള ആ അരമണി കിലുക്കത്തിന്റെ ശബ്ദഭംഗി. ഇതെന്താണ് ഈ വ്രജകർദ്ധമേഷു എന്ന് പറഞ്ഞെങ്കില് ആ ഗോകുലത്തിലുള്ള ചളികളൊക്കെ ചളികളൊക്കെ ഉള്ളതാണ് പറയണത്. പിന്നെ ഈ സരസീ ശ്രീബന്ധവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുക. അതേമാതിരി തൗ എന്ന് പറഞ്ഞാൽ 2 പേര് രാമനും കൃഷ്ണനും ഒരേമാതിരി. അങ്ങനെ തന്നാദഹൃഷ്ട മനസ്സൗ എന്ന് പറഞ്ഞു. അതായത് ആ ശബ്ദകോലാഹലങ്ങൾ കേട്ടിട്ട് സന്തോഷിച്ച മനസ്സോട് കൂടിയവനായിട്ട് ഈ ലോകത്തെ ജലത്തെ അനുസരിച്ച് മുഗ്ധപ്രഭീതവത് എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂഢന്മാരെന്ന പോലെയും ഭീരുക്കൾ എന്ന പോലെയും മാത്രോ ആ മാതാക്കന്മാരുടെ സമീപം ഉപയേതു പാലിച്ചു. ഒരു ദിവസം കുറച്ച് അമ്മമാരൊക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നു കൃഷ്ണനെ. എന്നും യശോദര വീട്ടിലെല്ലാവരും ഉണ്ടാവുക. അങ്ങനെ ഈ ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ഹേ പരിശുദ്ധ മഹാരാജാവേ, കുട്ടികളിങ്ങനെ മുട്ടുകുത്തി വീണ്ടും വീണ്ടും ഏകി വലിച്ചും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഹേ പരീക്ഷിത്തെ
അവരുടെ കൈകളിലും ആ കാലുകളിലും അരകളിലും കെട്ടിയിട്ടുള്ള വളകളും തളകളും അരഞ്ഞാണങ്ങളും മണികളും അവയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം കേട്ടിട്ട് എന്നിട്ട് എന്താണ് ആ സന്തോഷം കൊണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ ശബ്ദം കേട്ടാൽ അവർക്ക് ഒന്നുകൂടി ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? ഒന്ന് കിരിക്ക് ശബ്ദം കേട്ടാൽ പിന്നെ ഒരു കിരിക്കെട്ടോട് ചെയ്യുന്നു, ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ ഉള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അരയിൽ ചുറ്റിയിട്ടും തളയും വളയും കൂടിയിട്ടുള്ളതിന്റെ മുകളില് ആ ശബ്ദം കേട്ടുകൊണ്ട് അവരിങ്ങനെ ഓടി പറഞ്ഞുകൊണ്ട് നടക്കുക. നോക്കി എത്ര ഭംഗി. അപ്പൊ നമ്മളിത് മനസ്സിൽ കണ്ടു നോക്കി നോക്കൂ. യശോദക ഒരു വീടിന്റെ മുറ്റത്ത് ആ അരമണിയൊക്കെ കിരുങ്ങിയിട്ട് എല്ലാം രണ്ടുപേരും ബാധിച്ചിട്ട് ആ ഓർത്ത് കൂടെ ഓടുക പറയണത്. എന്താ ശബ്ദം കേട്ടിട്ട് ആ രസം കൊണ്ട് ഓടുക പറയണത്. അങ്ങനെ മാത്രല്ല എവിടേക്കാ ആ വീട് സന്തോഷം കൊണ്ട് വീടിന്റെ 4 ഭാഗം ഓടാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയുണ്ടെങ്കിൽ ഈ പശുക്കളുടെ ചാണകവും മൂത്രവും എല്ലാം അതിൽ പോയിട്ട് വിട്ടു കളിക്കും. നോക്കൂ, ആ കണ്ണൻ കെട്ടത്ത് കൂടെ 2 പേരും ഒന്ന് ഈ മുട്ടുകുത്തിയിട്ട് എഴുതി വെച്ചുകൊണ്ട് നടക്കാതാ പറഞ്ഞത്. അങ്ങനെ ആ യശോദയുടെ വീട്ടിൽ വരുന്ന ആ ജനങ്ങള് ഇവരുടെ കളി കണ്ടുകൊണ്ട് ആ എടുക്കുവാൻ വരുമ്പോ, കുട്ടി കാണുമ്പോ നമ്മൾ എടുക്കത്തില്ലേ, മറ്റുള്ളവരെ എടുക്കാൻ വരുമ്പോ അവരെന്തുണ്ടാവും? ഓടും, പേടിച്ചിട്ട് ഒരു പേടി ഭാഗത്ത് നിൽക്കുന്ന പറഞ്ഞത്. അങ്ങനെ അതായത് ആ യശോദയുടെ വീട്ടില് വരുന്ന ജനങ്ങള് ഇവരുടെ കളി കണ്ടുകൊണ്ട് എടുക്കാൻ വരുമ്പോൾ ആ തന്റെ സ്വജനത്തെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് അവരുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലും. തന്റെ വരാത്ത ദിവസേന വരുന്ന ആൾക്കാരുടെ കുട്ടികൾ ചാടി വീഴില്ലേ? എന്നാ പുതിയ ആൾ വരുമ്പോ അവരെന്താ പേടിച്ചിങ്ങനെ നിൽക്കില്ലേ? ഇല്ലേ? കുട്ടികൾക്ക് ആ ഭാവങ്ങളൊക്കെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പറയാണ് അതായത് ഈ ആദ്യം കാണുന്നവരെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് പേടി നടിച്ചുകൊണ്ട് എന്നാ പറഞ്ഞത്. ആ കരഞ്ഞുകൊണ്ട് അതാണ് തന്നാലഹൃഷ്ട മനസ്സോ അനുസൃത്യ ലോകം എന്ന് പറഞ്ഞു. തനിക്ക് പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി ചാടിക്കുന്നതും അറിയാത്ത ആൾക്കാരെ കാണുമ്പോൾ പേടി നടിച്ചുകൊണ്ട് എവിടേക്ക് പോവും? അമ്മയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് പോകും. കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആരോടെ കാണാമെന്നുണ്ടെന്നാണ് രീതിയിൽ വലിയ നമ്മളിപ്പോ ഏതെങ്കിലും വൃക്ഷകാലം എന്തെങ്കിലും കുട്ടികളെ ഓടിക്കേട്ട് വീട്ടിൽ കേട്ട് അപ്പഴത്തേക്കല്ലേ പോവുക. അതേ മാതിരി അങ്ങനെയാണ് ആ ഇഴഞ്ഞു നടക്കുന്ന കണ്ണനെ പരീക്ഷത്തെ കാണുമ്പോൾ ആർക്കാണ് ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന് പറയാണ്. അങ്ങനെ ആ കണ്ണൻ ഓടിക്കളിച്ചോണ്ട് നടക്കുകയാണെന്ന് പറയുന്നത്. ഇന്നത്തെ മാത്രമല്ല, തന്മാതരോ നിജസുതോ കൃണയാസ്നുവന്ത്യോ പങ്കാംഗരാഗരുചിതോ ഉപഗുഹ്യദോർഭ്യാം ദത്വാസ്തനം പ്രതിപദോ സ്മഖം നിരീക്ഷ മുഗ്ധസ്മിത അല്പദശനം യയദു പ്രമാദം. പറയാ രണ്ടുപേരും അവരുടെ അമ്മമാരുടെ അടുത്ത്, അതായത് യശോദയും രോഹിണിയും ഇരിക്കുമ്പോ എന്താണെന്നുണ്ടെങ്കിൽ ആ രണ്ടുപേരും കരുണ കൊണ്ട്, അതായത് കൃണം എന്ന് പറഞ്ഞ കരുണ, ആ അമ്മമാർക്ക് ആ കുട്ടികളുടെ കളി കണ്ട് കരുണ കണ്ടുകൊണ്ട് സ്നുവന്ത്യോ, അതായത് സ്ഥലത്തിൽ നിന്ന് അവരുടെ ആ ബാലകൾ ഒഴുകി വരുന്നവരായിരുന്നു പറഞ്ഞത്. കുട്ടികളെ കാണുമ്പോതാ പറഞ്ഞത്. അതാ പറഞ്ഞത് തന്മാതരോ പറഞ്ഞത് രണ്ടമ്മമാരും കൃണയ കരുണ കൊണ്ട് സ്ഥലത്തിൽ നിന്ന് പാല് ഒഴുകി വരുന്നവരായിട്ട് പങ്കാംഗരാഗരുചിരോ എന്ന് പറഞ്ഞു. അതായത് ആ കുട്ടികളുടെ ശരീരത്തില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചാണകവും മൂത്രവുമുള്ള നിജസുതവും ഇല്ലേ? നമ്മളെന്താ ചെയ്യാ? കുട്ടികളൊക്കെ ചളിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യാ? അതുപോലെ അതൊന്നും നമ്മള് പോയി കുട്ടി ചെയ്ത പറയാൻ നീയെ പോയി കൊടുപ്പിക്കുകയും ചെയ്യില്ലേ? അതല്ല, അതൊന്നല്ല. അമ്മമാർ അതെല്ലാം നോക്കുക. അവരെ പെട്ടെന്ന് ആ ചളിയൊന്നും നോക്കാണ്ട് ആ മൂത്രങ്ങളൊന്നും നോക്കാണ്ട് അവരെ കെട്ടിയാണ് പിടിക്കുക. യശോദയെ രോഹിണി എന്നാ പറയുക. അവർക്ക് അവിടെ ഭഗവാൻ ചളിയിൽ കൊണ്ട് വരുന്നതൊന്നുമില്ല. ആ നിജസുതോ തങ്ങളുടെ പുത്രന്മാരെ ദൗർഭ്യം 2 കൈകളെ കൊണ്ട് ഉപഗുഹ്യ ആലിംഗനം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും? സ്ഥലത്തെ തത്വം കൊടുത്തിട്ട് പ്രഭിമതോ അവരിങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ കുടിക്കും. പരിശുദ്ധ രണ്ട് കുട്ടികള് രണ്ട് കുഞ്ഞികള് വന്നിട്ട് അവരുടെ അമ്മമാരുടെ സദ്യം കുടിക്കണം, ആർത്തിയോടെ കുടിക്കുന്നത്. അത് കാണുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല, ആ ആർത്തിയോടെ കുടിക്കുന്ന കുട്ടികളുടെ ആ മുഗ്ധമന്ദസ്മിത അല്പ
ദശനം എന്ന് പറഞ്ഞു. അതായത് അവര് ചിരിച്ചും കൊണ്ട് സന്തോഷം കൊണ്ട് പതുക്കെ പതുക്കെ ആ കുഞ്ഞിപ്പല്ല് കൊണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ നോക്കൂ, അതാണ് അല്പദശനം. പതുക്കെ കുട്ടികൾ കടിക്കറിയുമ്പോ എന്താ പറയാ, മനുഷ്യന്റെ ആ പ്രമോദം അമ്മമാരുടെ അതിയായ സന്തോഷത്തെ അവര് പ്രാപിച്ചു എന്നാ പറയുന്നത്. ആരാ കുടിക്കണത്? ആ പാല് കുടിക്കണത്. അങ്ങനെ പാല് കുടിക്കുമ്പോ ആ കണ്ണൻ ചിരിച്ചും കൊണ്ട് ആ യശോദയുടെ ആ മുലപ്പാല് കുടിക്കുമ്പോ അതൊക്കെ ചെറുതായിട്ടൊന്നാണ് കടിച്ച് അമ്മയെ സന്തോഷിപ്പിക്കും എന്നാ പറയണത്. അപ്പൊ പറയാണ്, പരീക്ഷത്തെ ആ യശോദയും ആ രോഹിണിയും ആ ചേറ് ശരീരത്തിൽ അണിഞ്ഞ് നിൽക്കുമ്പോ അവരെ തന്റെ കൈകളെ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് പഠിച്ചിരുത്തി ആ പാൽ ചുരന്നു കൊടുക്കുന്ന ആ സമയത്ത് ഈ അമ്മമാരുടെ ആനന്ദത്തെ കാണാൻ വേണ്ടിയിട്ട് മറ്റു ഗോപ സ്ത്രീകൾ വന്നിട്ട് കണ്ടു നിൽക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. എന്റെ കുട്ടിയെ പാല് കൊടുക്കുന്ന അവര് രണ്ടുപേരൊക്കെ ഭാഗ്യശാലികളാണ്, അതുപോലെ എനിക്ക് കൊടുക്കുവാൻ പറ്റുമോ എന്ന് ഓർത്ത് മറ്റു ഗോപികൾ വന്നിട്ട് ആദരിക്കാറുണ്ട് എന്ന് പറയാണ്. എന്ന് പറയാ, അത് പറഞ്ഞാണ് ആദർശനീയ കുമാരലീലാവന്തർവൃചേതബലം പ്രകൃതീരമുച്ചൈഹി വത്സൈരിദഷ്ടത ഉഹാവനുകൃഷ്യമാണോ പ്രേക്ഷദ്യ ഉജ്ജിതഗൃഹാ ജഹൃഷ്യസന്തോ പറയാണ്. അതായത് പറയാണ്, ഗർഹി പറഞ്ഞെങ്കില് എപ്പോൾ എങ്ങനെയാണ്? അങ്കനാദർശനീയ കുമാരലീല എന്ന് പറഞ്ഞു. അങ്കന പറഞ്ഞ സ്ത്രീകള്, ആ സ്ത്രീകളാൽ കാണുവാൻ യോഗ്യമായ ആ കുമാരന്റെ ലീലകൾ ആടുമ്പോൾ, കൃഷ്ണന്റെ ലീലകൾ ആടുമ്പോൾ എന്താണ്? വ്രജമധ്യത്തില് സ്ത്രീകളുടെ, അതായത് തദബല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വ്രജമധ്യത്തില് ആ സ്ത്രീകളുടെ അതുമാതിരി കാണാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതീത ഉച്ചയെന്നുണ്ടെങ്കിൽ അവിടെ പശുക്കുട്ടികളുടെ വാല് പിടിച്ചിട്ട് ഇല്ലേ പരീക്ഷത്തെ പരീക്ഷത്തെ ഈ കുട്ടികളുടെ കളി കാണാൻ വേണ്ടിയിട്ട് എല്ലാ ഗോപസ്ത്രീകളും എല്ലാവരും കൂടി നോക്കി നിൽക്കുമ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭക്തന്മാരായിട്ടുള്ള ആ ഗോപസ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും ആ പശുക്കുട്ടികളുടെ വാലിൽ പിടിച്ച് വലിച്ച് അങ്ങോട്ട് വലിച്ചു കളിക്കും എന്ന് പറയുകയാണ്. പശുക്കുട്ടികൾ നിൽക്കുമ്പോ അതിന്റെ വാല് പോയിട്ട് പിടിക്കുമ്പോ അത് മുമ്പാക്കം നിൽക്കുമ്പോ ഈ കുട്ടികൾ രണ്ടുപേരും ഉരുണ്ടുമറിയും. അങ്ങനെ നോക്കി കാണിച്ചുകൊണ്ട് ഓരോ വികൃതികൾ കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ആ പശുക്കുട്ടികളും രണ്ടുപേരും പശുക്കുട്ടി അങ്ങോട്ട് വലിക്കും, ഇവർ ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ വലിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ആ സ്ത്രീകള് ചിരിച്ച് സന്തോഷം കൊണ്ട് പരീക്ഷത്തെ അവരെ തന്നെ മറന്നുപോയി എന്ന് പറയാണ്. പിന്നെ പറയുന്നത് മാത്രല്ല, മാത്രമല്ല പഠിക്കണത് എന്താണ്? അസി ജലദ്വിജകണ്ഠേഭ്യ ക്രീഡാപരാമതി ജലൗ സുസുധൗ നിഷേധും ഗൃഹ്യാണി കർത്തുമതിയത്ര നതജ്ജനന്യോ ചേകാദ ആപദൃഢം മനസോരവസ്ഥാം. അവർ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കൊമ്പുള്ള മൃഗങ്ങള്, അതാണ് ശൃംഗം. അതായത് കൊമ്പുള്ള മൃഗങ്ങള് പശുക്കള്, അതുമാതിരി അഗ്നി, പല്ലുള്ള മൃഗങ്ങള്, പൂച്ച മുതലായിട്ടുള്ളതൊക്കെ, സർപ്പങ്ങള്, അതുമാതിരി വെള്ളം, അതുമാതിരി പക്ഷികള്, മുള്ളുകള്, അതായത് ആ എന്നിവയിൽ നിന്ന് അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ അവർ ഓടിക്കളിക്കുന്നതാവുന്നത്. അങ്ങനെ ഇത് അവർക്കൊന്ന് സംഭവിക്കരുത് എന്ന് വിചാരിച്ചും കൊണ്ട്, അതായത് കുട്ടികൾ രണ്ടുപേരും എപ്പോഴും കളിയിൽ താല്പര്യപ്പെടുന്ന കൃഷ്ണന്റെ ആവണം. അങ്ങനെ ഒരു ദിക്കിലിരിക്കാതെ പല ദിക്കിലും ഓടി നടന്നുകള്, നായക്കള് എന്നിവയുടെ ആ പശുക്കളുടെ കൊമ്പ് പോയി പിടിക്കും, നായയുടെ വാല് പോയി പിടിക്കും. ആ തീ കണ്ടിട്ടുണ്ടെങ്കിൽ തീറ്റെടുത്തേക്കാണ് ഓടിച്ചല്ലോ എന്താ നോക്കാൻ വേണ്ടിയിട്ട് സർപ്പങ്ങളെ പേടിയില്ലാതെ അതിന്റെ വാല് പിടിച്ച് പിടിക്കും. അതേമാതിരി ആ മുള്ളുകൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിയാണ് പോലും. ഇതൊക്കെ ചെയ്യുമെന്ന് പേടിച്ചും കൊണ്ട് ആ അമ്മമാര് പരീക്ഷിത മഹാരാജാവെ അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ മറന്ന് ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനസ്സിന്റെ ഉറപ്പില്ലാത്ത അവസ്ഥയെ ബാധിച്ചു എന്ന് പറഞ്ഞത്. എപ്പോഴും ആ കുട്ടികളുടെ കളി കണ്ടുകൊണ്ട് ഇരിക്കാനാണ് ആ അമ്മമാർ തീരുമാനിച്ചത്. അതായത് അവരെ ഓർത്ത്, ആ കുട്ടികളെ ഓർത്ത് അവരുടെ മനസ്സമാധാനം മുഴുവൻ പോയിട്ട് അവർക്ക്
വിചാരിച്ചുകൊണ്ട് ആ പറഞ്ഞത് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ശ്രീശുഖ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രീകൃഷ്ണനോടുള്ള ആ പ്രേമാധിക്യം മൂലം എപ്പോഴും മനസ്സ് ശ്രീകൃഷ്ണനിലെ ഉറച്ചതാണ് അവരുടെ മനസ്സായി തീർന്നു എന്ന് പറയുന്നത്. അതുമാതിരി ഉറച്ച ഭഗവാനെ എപ്പോഴും അറിയുന്ന ഭാവത്തിൽ വേണം നമ്മുടെ മനസ്സാവുന്നത്. ഈ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പരീക്ഷത്തെ ആ ബ്രഹ്മാദി ദേവന്മാരും ഋഷീശ്വരന്മാരും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ ആ ഭാവങ്ങളെ ഭഗവാനെ തന്റെ മനസ്സിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണ് സ്വാഭാവികമായി പരീക്ഷത്തെ ആ സ്വാഭാവികമായിരിക്കുന്ന പുത്രസ്നേഹം കൊണ്ട് ആ യശോദയ്ക്കും രോഹിണിക്കും ആ മനസ്സമാധാനം എന്ന അവസ്ഥ ഇല്ലാതെയായി പോയി എന്ന് പറയുന്നത്. കാരണം അത് കിട്ടി, അതുപോലെ പുത്രസ്നേഹം എന്നത് വെച്ചിട്ട് രണ്ടും ലഭിച്ചു എന്നാണ് പറയുന്നത്. കാരണം ആ പുത്രന്മാരുടെ ആ സ്നേഹാധിക്യം കൊണ്ട് മനസ്സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ട അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ കളി കാണുമ്പോൾ നമ്മളെല്ലാം മറന്ന് കുട്ടികളെ നോക്കില്ലേ, അതേമാതിരി ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. എന്നാലേ ഭഗവാനെ ഓർമ്മ എന്താ ബുദ്ധി പറഞ്ഞത്, എനിക്ക് ദുഃഖം തരൂ ഭഗവാൻ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥയില് നമ്മൾ ഭഗവാനെ കാണുള്ളൂ. അതുപോലെ അറിയാണ് മനുഷ്യർക്കും മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിലേ ഭഗവാനെ വിട്ടു, അല്ലെങ്കിൽ ആ മായയിൽ കടന്നു പറയുന്നത്. അപ്പൊ നമുക്ക് സങ്കടം ഭഗവാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. സങ്കടം സ്വീകരിച്ചോളൂ, മനസ്സമാധാനം കേട്ടോട്ടെ. അപ്പൊ നമ്മൾ നമുക്ക് അങ്ങനെയല്ലേ, എന്തെങ്കിലും സങ്കടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൃഷ്ണാമയെ വിളിക്കുന്നു അല്ലേ? ആ കൃഷ്ണ എന്ന വിളി എന്താണ്? നമ്മുടെ മനസ്സമാധാനം കേൾക്കണം. അതാണ് പറയുന്നത്. അപ്പൊ മനസ്സമാധാനം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മനസ്സമാധാനം വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷിക്കുകയാ വേണ്ടത്. ആ സമയത്ത് കൃഷ്ണനെ വിളിച്ച് കരയുകയാ വേണ്ടത്. അങ്ങനെ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞാൽ കൃഷ്ണൻ തന്നെ നമ്മളുടെ പ്രതിഷ്ഠിച്ചിരിക്കും. അല്ലെങ്കിലോ എന്താ ആ മായ നമ്മളെ ഇനിയും പ്രപഞ്ചത്തെ നമ്മള് ഇങ്ങനെ വലിച്ചു കഴിച്ച് കാണിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൃഹസ്ഥാശ്രമികൾക്കുള്ള സുഖത്തിന്റെ ആ പരമകഷ്ടയാണ് ദുഃഖം ഉണ്ടാവുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ദുഃഖം ആരും ആഗ്രഹിക്കുകയല്ല, സുഖമേ ആഗ്രഹിക്കുന്നുള്ളൂ. ദുഃഖം വന്നാലും സന്തോഷിക്കണം. ആ ദുഃഖം വന്ന് സന്തോഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് പനി വന്നിട്ടുണ്ടെങ്കിലും എന്ത് കഴിയണം? ആ മനസ്സിനെ കേടുവരുത്തേണ്ട ആവശ്യമില്ല, വന്നോട്ടെ, സാരമില്ല, ആ ഭഗവാനെ വിളിക്കുക, ഭഗവാൻ നോക്കിക്കോളും നമുക്ക് മനസ്സിലാവണം. അത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആ പുത്രസ്നേഹം എല്ലാവർക്കും ഉണ്ടാകും. അത് ഈ പഞ്ചഭൂത വിഷയങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ അത് ദൃഢപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സംസാരത്തില് ദുഃഖങ്ങളെ കുറിച്ച് എന്താ പറയുക വർദ്ധിപ്പിക്കുകയേ ഉണ്ടാവുള്ളൂ. അവ കണ്ണിന്റെ പാട്ടിൽ പോകും, ചെവി ഇവിടെ പാട്ടിൽ പോയി, മൂക്കിന്റെ പാട്ടിൽ പോകും. അങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ ആ സംസാര ദുഃഖങ്ങളെ കൂട്ടുകയുള്ളൂ. എന്നാൽ ആ സ്നേഹം ഭഗവാനോട് കാണിച്ചാൽ മനസ്സമാധാനവും മോക്ഷവും ലഭിക്കും. പരീക്ഷിക്കുന്നതാണ് ആ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ള ആ അന്തരാർത്ഥം. ഭഗവാൻ വിളിച്ചിട്ടുള്ള ഓരോ ലീലകളും ആരെ സന്തോഷിപ്പിക്കാനാണ്? തന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാനാണ്. ഭഗവാൻ ഇങ്ങനെ മുട്ടുകുത്തിയിട്ടും ആ ലീലകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഗോപസ്ത്രീകളെല്ലാം സന്തോഷത്തോടു കൂടി എല്ലാം മറന്നു നിന്നു. അതായത് നമ്മളെ എല്ലാം മറന്ന് ആ ഭഗവാനിലേക്ക് ലയിക്കുന്ന അവസ്ഥയാണ് ഗോപീഭാവം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ചില ഓരോ ശ്ലോകങ്ങൾക്കും അതിൻ്റെതായ ആ അർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയാണ് വേണ്ടത്. പറയുകയാണെങ്കിൽ പരീക്ഷത്തെ ഇങ്ങനെ ആ രണ്ടുപേരും അമ്മമാരുടെ സ്നേഹം കൊണ്ട് മുട്ടുകുത്തി നടക്കാനും 3 ചക്രമുള്ള വാഹനം പിടിച്ച് എഴുന്നേറ്റ് നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. നമ്മൾ കണ്ടിട്ടില്ലേ 3 ചക്രമുള്ള വാഹനങ്ങളെ പണ്ടത്തെ കാലത്ത് ആ ശരീരം കൊണ്ടുണ്ടാക്കി ഇങ്ങനെ കുട്ടികൾക്ക് നമ്മൾ നടത്തിയ ഇന്നത്തെ കാലത്ത് കൊണ്ടിരിക്കുകയുള്ള സ്ഥാനമില്ലേ? ഇങ്ങനെ ആ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടറിയോ? പണ്ട് അങ്ങനെയല്ല, അങ്ങനെ ഇരുന്നിരുന്ന അത് ഇരിക്കേണ്ടാവുള്ളൂ. കുട്ടികളെ കഷ്ടപ്പെടുന്നത് എന്താണ് ആദ്യം കുതിരട്ടാണ് നീക്കാൻ പഠിക്കുക എന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയും. നമ്മൾക്കൊക്കെ നമ്മളുടെ അച്ഛനമ്മമാരെ എന്ത് നല്ല ശിക്ഷ കണ്ടിരിക്കുന്നത്. ഇന്നത്തെ അച്ഛന്മാരെ എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് നല്ല ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷ ഇല്ലേ, ഇതിലൊക്കെ ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ പണി അടുക്കളയിൽ വേറെ പണിയിട്ട് ജോലിക്ക് പോകണം, ഒരു അതിനെ കുറിച്ച് അടപെട്ടാണ് ഇരുത്തും. ഇരുത്തിയിട്ട് എന്താ ഉണ്ടാവുക? അത് ഇങ്ങനെ കൂടുതൽ ഒരു പാട്ടും ഉണ്ടാവുക. അത് കേട്ടപ്പോഴേക്കും അത് തുള്ളലോടങ്ങി തുള്ളി അത് വേറെ വഴിക്ക് പോകുമ്പോഴും ഇവർ അടുക്കളുണ്ടാവും. അതേപോലെ പോയി പൊട്ടിപ്പടച്ച് വീഴ്ചിരിക്കേ. ഇവിടെ അതല്ല, ഇവിടെ ആ ഗോപികമാരെല്ലാവരും തങ്ങളുടെ എല്ലാ ജോലികളും മറന്ന് ഇവരുടെ കളി കാണാൻ വേണ്ടിയിട്ട്
നമ്മുടെ കുട്ടികളുടെ കളി കാണാൻ പറ്റുമല്ലോ ഇല്ലേ? അതിലൂടെ ചിരിത്തിരിക്കുക ഒന്ന് ഇരിക്കുക പറഞ്ഞിരിക്കുക, അതിലേക്ക് തൂങ്ങിക്കൊണ്ടേ ഇരിക്കില്ലേ? അവിടെ അതെല്ലാം സംഭവിച്ചത് വെറും ഒരു ആ ഭഗവാനെ എപ്പോഴും മനസ്സിൽ കണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ ഗോപീഭാവം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പ്രകൃതിയിലെ മായ കാണിക്കുന്ന മായയെ ഭ്രമിക്കുകയല്ല വേണ്ടത് പരീക്ഷത്തെ എന്ന് പറയുകയാണ്. അങ്ങനെ പിടിച്ചു നടക്കാനും ഓടാനും ചാടാനൊക്കെ വഴി മറ്റുള്ള കുട്ടികളോടൊക്കെ കൂട്ടുകൂടിയിട്ട് അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഒന്ന് എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കളിക്കാൻ തുടങ്ങിയെന്നവരുണ്ട്. ഒടുവില് എന്താ പറയുക, ഈ പരീക്ഷ മഹാരാജാവ് അടുത്ത വീടുകളിൽ പോയി കളിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ സ്വന്തം വീട്ടിലാണ് കളിച്ചതെന്നുള്ളൂ, ഇനി പോയിട്ട് അടുത്ത വീടുകളിൽ പോയി കളിക്കാൻ തുടങ്ങി എന്നാ പറയണത്. അങ്ങനെ ഓരോരോ വികൃതികൾ കാണിക്കാൻ തുടങ്ങി ഭഗവാൻ. അങ്ങനെ ഈ ഓരോരോ ഇത് കാട്ടി തുടങ്ങിയപ്പോ ഓരോ ലീലകൾ കാണിച്ചുകൊണ്ട് ആ ഭഗവാൻ ഗോപികമാരെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ ഇതേമാതിരി മനസ്സിൽ ഭഗവാനെ ഇങ്ങനെ വിളിച്ച് ദുഃഖം വരുമ്പോൾ വിളിച്ച് ഭഗവാനെ വിളിച്ച് ആ ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് ആകർഷിക്കും. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മളെ ആകർഷിക്കുന്നത് നമ്മള് പ്രകൃതി സുഖങ്ങളെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ വിളിക്കുക. അപ്പോ നമ്മൾക്ക് ആ സങ്കടം മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ, ആരൊക്കെയെങ്കിലും മനസ്സമാധാനം കിട്ടണമെങ്കിൽ വേഗം സ്വീകരിച്ചോളൂ. എന്നാലാണ് നമ്മൾ മനസ്സിനെ വിളിക്കുന്നത്. നമ്മളിപ്പോ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ തന്ന അനുഗ്രഹമാണ് എന്ന് കരുതിക്കോളൂ. അങ്ങനെ ഭഗവാനിലേക്ക് എത്താൻ വഴി ഭഗവാൻ തന്റെ ഭക്തന് തുറന്നു കൊടുക്കുകയാണ്. അയാൾ മരിച്ചു പോകാനുള്ള കാരണം അയാളുടെ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ പാപകർമ്മങ്ങളും കഴിഞ്ഞു, അയാളുടെ പുണ്യം മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ആ ബാലൻസ് ഷീറ്റ് ഈക്വലായപ്പോൾ അയാൾക്ക് പുതിയ ജീവിതം ഭഗവാൻ തന്നെ കൊടുത്തു എന്ന് വേണം നമ്മൾ വിചാരിക്കാനാണ്. മരിച്ചു പോയത് മോങ്ങരുത് ഒരിക്കലും. ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിലും അത് മോങ്ങരുത്. അവരുടെ കാലം കഴിഞ്ഞു. ഇനി അത് ഈ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചുപോയി ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയി വരും. അവരുടെ ഉള്ളിൽ പാപങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യക്കാൻ കിട്ടിയിട്ട് കാര്യമില്ല. ആ പാപങ്ങൾ ചെയ്യ കാരണം കൊണ്ട് അത് പിന്നെയും ഭഗവാൻ ഇങ്ങനെ സംസാരത്തില് ഇട്ടുകൊണ്ടിരിക്കും. അത് പുനർജന്മണ്ടോ അതിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുനർജന്മമുണ്ട്, അതുവഴി കഴിഞ്ഞ ജന്മങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഓരോ ലീലകൾ കാണിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ ആ ഭഗവാന്റെ കൃഷ്ണ മഹാരാജാവെ ആ ഭഗവാന്റെ കളികൾ കണ്ട് സന്തുഷ്ടരായിട്ടുള്ള ഗോപികള് ഒരു ദിവസം ഭഗവാനെ കുറിച്ച് കുറച്ച് കംപ്ലൈന്റുകളൊക്കെ പറയാൻ തുടങ്ങി എന്ന് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് അടുത്ത വീടുകളിൽ പോയപ്പോ എന്താ പറയണത്, എന്താ കംപ്ലൈന്റ് പറഞ്ഞത്, ആ കുറച്ച് 10 ഗോപികൾ വന്നിട്ട് യശോദേ അവിടെ ഉണ്ടോ, ഉള്ളിലുണ്ടോ? യശോദ സാരി കെട്ടി വന്നു. രണ്ടുപേരും അവിടെ വാക്ക് ഒതുക്കി നിൽക്കുന്നുണ്ട്. രാമൻ എന്താ വെച്ചാൽ രാമനോട് സ്വഭാവമാണ് അത് മെക്കാനിക്ക. എന്തെങ്കിലും കളിപാത്രം ഉണ്ടെങ്കിൽ അതിന്റെ ചക്രം ഉപയോഗിക്കും. നമ്മുടെ കുട്ടികളൊക്കെ കാണിക്കുക. അതിനെ ഒരു കാറ കൊടുത്താൽ മതി, അതിനെ പിച്ചിള്ള ബലരാമന്മാരെ വിചാരിച്ചോളൂ. അതുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കയ്യിൽ കൊല്ലന്റെ കയ്യിൽ മാലവയ്ക്കാത്ത കുട്ടിയോട് എന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു നോക്കിയപ്പോ അതിന്റെ പതക്കൊക്കെ അതെല്ലാം കറങ്ങണ സാധനം കണ്ടു ഒന്ന് അവിടെ കിടക്കും. 500-600 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിലത്തെ കയറെടുത്തു. അത് ആ കൂട്ടത്തിലെ ബലരാമൻ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. മറ്റേ അങ്ങനെയല്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂല്യമാരൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ എന്റെ മകൻ ശരിയല്ലാട്ടോ എന്നാ പറയണത്. അത് ഭഗവാൻ ശരിയല്ല എന്നാ പറയണത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മകനുണ്ടല്ലോ ഞങ്ങളുടെ വീടുകളില് അകാലത്തിൽ വന്നിട്ടെന്നാ പറയണത്. അത് കൊച്ചിന് അസമയെ എന്നാ പറഞ്ഞത്. അതായത് ആ ഈ അസമയത്ത് വന്നിട്ട് വീട് പശുക്കളെ അഴിച്ചു വിടുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കാലത്ത് കടന്നതിന് ശേഷം അതിന് വൈകോലും പിണ്ണാക്കൊക്കെ കൊടുത്തതിന് ശേഷം പിടിച്ചു 2 മണിക്ക് കളിക്കാൻ വേണ്ടി നിൽക്കും. 1 മണി എന്ന സമയം ഉണ്ടെങ്കിൽ കുട്ടിയെ പെട്ട് കളിക്കാറുണ്ട്. ഇത് 2 മണിക്ക് കളിക്കാൻ പോയാൽ വല്ലതും ഉണ്ടാവുമോ? അതുപോലെ കാലത്ത് 5 മണിക്ക് കളിക്കുന്നെങ്കിൽ ഭഗവാൻ തന്നെ 4 മണിക്ക് കുട്ടിയെ അഴിച്ചു വിടുന്ന പറയുന്നത്. അങ്ങനെ അതാ പറയുന്നത്, എന്റെ മകൻ വീടുകളിൽ വന്നിട്ട് പശുക്കളെ അഴിച്ചിടുന്നു, ഞങ്ങൾക്ക് പാല് കിട്ടില്ല, പശുക്കളെ പാല് കിട്ടില്ല. ഇനി ഞങ്ങൾ ചീത്ത പറഞ്ഞാലോ? അതാണ് ക്രോശ സംജാതഹാസ. ഞങ്ങള് അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ യശോദയെ ചിരിച്ചുകൊണ്ട് നിൽക്കും. നോക്കൂ ഭഗവാൻ അങ്ങനെയാണ്. അതാണ് പിന്നെ അത് മാത്രം കേട്ടോ, സ്ഥേയം എന്ന് പറഞ്ഞു കക്കുക.
എന്താ കിടക്കുന്നത്? കേയം, അതായത് അതായത് സ്വാദ് അത്യധ ദതിമയ. അവിടെ വേറൊന്നും വേണ്ട. അതായത് ഈ പുഞ്ചിരി അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കൗശലങ്ങൾ കാണിച്ച് എന്ത് ചെയ്യും? ഞങ്ങള് മറച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന, അവൻ കാണാതെ വെച്ചിരുന്ന പാല്, തൈര്, വെണ്ണ എന്നിവക്കെടുത്ത് സ്ഥേയം കട്ടെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരമ്മമാര് മകൻ കടക്കുന്നത് ഇഷ്ടപ്പെടില്ല. അതിന് കംപ്ലൈന്റ് പറയാൻ വന്നിരിക്കുകയാണ്. അപ്പോ അവിടെ നിൽക്കുന്നുണ്ട്, ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട്, അമ്മോട് കംപ്ലൈന്റ് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഭഗവാനെ കാണിച്ചാൽ നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള ഭാവത്തിൽ ഭഗവാൻ അവിടെ നിൽക്കണത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി പോട്ടെ ശോധേ, നീ പാവം ഭക്ഷിച്ചത് എടുത്തോട്ടെ, എന്താച്ചാ കഴിച്ചോട്ടെ, നീ മതിയാക്കി, അതായത് ഭക്ഷിച്ച് മതിയാക്കി പോക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലോ അവൻ തന്റെ മർക്കാൻ ഭോക്ഷ്യാൻ, മർക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമാര് പറയാണ് അങ്ങനെ ആ മതിയാക്കി പൊക്കോട്ടെ, കുഴപ്പമില്ല. എന്നാൽ അവൻ തന്റെ ചുറ്റുമുള്ള കുരങ്ങന്മാർക്കും പക്ഷികൾക്കൊക്കെ ആ ബാക്കിയുള്ളതൊക്കെ വീതിച്ചു കൊടുക്കണം. അവൻ കഴിച്ചു പോയാൽ കുഴപ്പമില്ല. എന്തിനാ ഞങ്ങൾ അഡ്വാൻസ് ഉണ്ടാക്കിയ സാധനം പോയിട്ട് ആ കൊടുക്കാൻ പോണത് എന്ന് പറയാണ്. ഇനി അതും പോട്ടെ, അതിനുശേഷം ബാക്കി വന്നതും അതിനുള്ള പാത്രത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ദ്രവ്യാലാതെ അവനെല്ലാം വേണ്ടതൊക്കെ എടുത്തതിന് ശേഷം ഇനിയിപ്പോ അതിനുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന എല്ലാ ദേഷ്യം വന്നിട്ട് അവയൊക്കെ കലങ്ങളൊക്കെ കുത്തിപ്പൊട്ടിക്കും. അഥവാ ഞങ്ങള് ഗോപ്യമായിട്ട് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ച സാധനം അവനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ എന്റെ കുട്ടിയെ തൊട്ടിൽ കടന്നു കുട്ടിയെ യാതുവക്രോശ്യതോകാൻ ആ കുട്ടിയെ പോയിട്ട് നുള്ളിട്ട് ഒറ്റ ഓട്ടം കൊടുക്കുന്നത്. കഷ്ടപ്പെട്ട് അതിനെ അയവേണമെങ്കിൽ കഷ്ടപ്പെട്ട് അയാളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പറയാൻ നമ്മളൊക്കെ കുട്ടികളെ ഉറക്കാൻ നല്ല പാടല്ലേ ഉണ്ടാവുക. എന്നിട്ട് ഒരു വിധത്തിൽ കടത്തി ഉറങ്ങിയിട്ടുണ്ടാവും. എന്റെ മകനെ വന്നിട്ട് അതിന് വേണ്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങി കിടക്കണ കുട്ടിയുടെ ചന്ദ്രയുടെ കൂടെ വിജയം വിറ്റിട്ട് പോക്കാവുന്നു. അങ്ങനെയാണ് ഭഗവാൻ കളിച്ചത്. നോക്കൂ, ആ ഭഗവാന്റെ കളികൾ, നമ്മുടെ ബാലലീലകള്, ആ ഭഗവാനെ നമ്മൾ നോക്കൂ. നിങ്ങളുടെ മനസ്സിലൊക്കെ ഭഗവാന്റെ കളികളല്ലേ ഉള്ളൂ. ആ കളികളൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം വേറെ സീരിയൽ കണ്ടോണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിടിച്ചിട്ട് ആ വീട്ടിൽ മുകളിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. അങ്ങനെ ആ പിടിച്ചിക്കൊണ്ട് കരഞ്ഞു പോകും പറയാണ്. അപ്പോ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ശേഷുക മഹർഷി പറയാണ്, ആ ഭക്തകളായിട്ടുള്ള ഗോപികള് ഭഗവാനെ പറ്റി കംപ്ലൈന്റ് പറയുകയൊന്നുമല്ല ചെയ്യണമെന്ന് പറയാണ്. അതായത് നമ്മളെല്ലാം ആ ഭഗവാന് ഏറ്റവും നല്ല വസ്തുക്കളാണ് നിവേദിക്കുക അല്ലെ. നമ്മളിപ്പോ അപ്പം ഉണ്ടാക്കി ചിലതിങ്ങനെ ഇട്ട് ചിലതിങ്ങനെ, പക്ഷെ നമ്മളെന്താ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഉരുട്ട അപ്പം മാത്രമേ ഭഗവാൻ നിവേദിക്കുള്ളൂ അല്ലേ. ആ വേസ്റ്റ് നമ്മളെ കൊണ്ട് കൊടുക്കുമോ? വേസ്റ്റ് ആക്കാനുള്ളത് അവരുടെ മക്കളൊക്കെ അല്ലേ. ഭഗവാനെ കൊടുക്കുമ്പോൾ നല്ലത് നിവേദിക്കുള്ളൂ അല്ലേ. എന്താ കാരണം? അപ്പൊ നമുക്കറിയാം തിരിച്ച് കണ്ടിട്ട് കിട്ടുന്ന അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ നല്ലതേ കൊടുക്കുള്ളൂ. നമുക്ക് കിട്ടണം ആദ്യം വേണ്ടി നമ്മൾ വീട്ടിൽ അപ്പണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അപ്പം ആ മാവ് ശരിയില്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിന്റെ ഷേപ്പൊക്കെ കിട്ടുന്നതാവില്ല. ഇപ്പൊ നിങ്ങളത്തേക്ക് ഉണ്ടാവും അല്ലേ. അതാ പറയണത്. അപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെല്ലാം ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് നിവേദിക്കുക. ആ ഭഗവാൻ അത് സൂക്ഷ്മ രൂപത്തിൽ സ്വീകരിച്ച് ആ ഭക്തനെ അനുഗ്രഹിക്കുക ചെയ്യാതെ പറയുകയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്തൻ പരമഭക്തനായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ അവന്റെ എല്ലാ വസ്തുക്കളെയും ബലമായിട്ടെടുത്ത് അവനെ തന്നിലേക്ക് കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന പറയുന്നത്. അതായത് ഭക്തൻ ഭഗവാനെ ആഗ്രഹിച്ചാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവിനെ ഭഗവാൻ വേണ്ടാന്ന് വയ്ക്കും. ആ ഒരു ഇതാണ് ഇവിടെ ഉണ്ടാവാന്ന് പറയാ. അങ്ങനെ ബലമായിട്ട് അടുപ്പിക്കണമെന്നാ പറയാ. അപ്പോ അത് ഉദാഹരണം ഒരു കടന്ന്, അതായത് നാരദനും ഭഗവാൻ ഒരിക്കല് നാട് ചുറ്റാൻ വേണ്ടിയിട്ട് പോയി എന്നാ പറയുന്നത്. അതായത് ധനികനായിട്ട് വീട്ടിലെ വേഷം മാറിയിട്ട് ചെന്നു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ പോയി യാചിച്ചു എന്നാ പറയുന്നത്. അപ്പോ അവര് അവനെ ധനികൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടപ്പോ ഒന്നും കൊടുത്തില്ല. അതാ പറഞ്ഞത്. നല്ല ധനികനാണ്. അതായത് നമ്മൾ ധനികന്മാരുണ്ടെങ്കിൽ അവരുടെ ഹവാരിയോ എന്ന് പറയും, അവരെ കണ്ടാൽ ഹുവാരിയോ ഇതാണ് നമ്മളുടെ. അതേമാതിരി ധനികന്റെ, അതായത് നാരദന്റെ ചോദിക്കാണ്, നാരദന്റെ ചോദിക്കാണ് ഭക്തന്റെ മഹിമ പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി പോയിട്ടാ പറഞ്ഞത്. ഭഗവാൻ അവനെ എന്ത് ചെയ്തു? ആട്ടി ഓടിച്ചു കൊടുത്തു. ഭഗവാൻ അർജുനനല്ല, നാരദനെയും രണ്ടുപേരെ വേഷം
ഇഷ്ടമാതിരി സ്വർണ്ണം ഞാൻ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നാരദൻ കണ്ട ഭഗവാനെ കാണിക്കണം, നമ്മളെ ആക്കി ഓടിച്ചിട്ട് അതിന് പിന്നീട് സ്വർണ്ണം ഇത് കൊടുക്കുകയും ചോദിച്ചു. ഭഗവാൻ ഒന്നും ഇല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ തനകൾ നല്ലോണം ഉണ്ടാവട്ടെ, എനിക്കൊരു പാമ്പായിട്ട് പോട്ടെ അല്ലേ, വിധി കാക്കണ ഇതല്ലേ, പാമ്പുമാരിൽ വിധി കാക്കാന്നല്ലേ പറയാ, കേട്ടിട്ടില്ലേ? പാമ്പ് തരാളോടത്ത് പാമ്പുമാരുണ്ടാവും എന്നൊക്കെ പറയില്ലേ? അയ്യ, ആ പാമ്പായിട്ട് ആ ധനികൻ ഇങ്ങനെ ഭഗവാൻ കൊടുക്കാതിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തില് പാമ്പായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ഭഗവാൻ കൊടുക്കുമ്പോ നല്ലൊരു കാശൊക്കെ കൊണ്ട് കൊടുത്തോളൂ, അയ്യപ്പനെ കൊടുത്തോളൂ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തില് പാമ്പൊക്കെ ആദ്യം ഒരു പണത്തിന്റെ പിന്നാലെ പോവുക പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. പിന്നെ കുറച്ചു ദൂരം പോയപ്പോ ഭഗവാൻ നാരദനെ കൂട്ടിയിട്ട് ഒരു ഭക്തയായ വൃദ്ധയുടെ വീട്ടിലെത്തി എന്നാ പറഞ്ഞത്. അതൊരു ഭിക്ഷ അയച്ചു. എന്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആകെ ഒരു പശു, ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് വിറ്റ് അതിൽ നിന്നുണ്ടാകുന്ന കാശ് കൊണ്ടാണ് ആ വൃദ്ധ ദിവസേന വീട്ടിലൊന്നുമില്ല, ഒരു കാര്യമില്ല, എപ്പോഴും ആ പശുവിനെ കുറിച്ചിട്ടുള്ള വേദനാക്കിയ ഇത് പുല്ല് തിന്നണില്ല, പുല്ല് വിടുന്ന കിട്ടുക, അത് പാല് തരുന്നില്ല, എപ്പോൾ നോക്കിയാലും പശുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയമാണ്ടായിരുന്നത്. അങ്ങനെ ഉടനെ അവിടെ ചോദിച്ചു, ഭഗവാൻ ചോദിച്ചു, എനിക്ക് അമ്മയെ കുറച്ച് പാല് ചോദിച്ചപ്പോൾ വേഗം തൊഴുത്തിൽ പോയിട്ട് ആ ഭക്തയാണ് ഭഗവാനെ വന്നിട്ട് അറിയൊന്നുമില്ല, വേഗം തൊഴുത്തിൽ പോയി വന്നിട്ട് അത് പാലൊക്കെ കലർന്നിട്ട് വേഗം കൊണ്ടുപോയിട്ട് കൊടുത്തു എന്നാ പറയുക. അങ്ങനെ അപ്പൊ അത് അവർ രണ്ടുപേർ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് വീട്ടിന്റെ പുറത്തിറങ്ങിയപ്പോ ഭഗവാൻ തിരിഞ്ഞു നിന്നിട്ട് പശുവിനെ നോക്കിയിട്ട് അതിന്റെ പശുവിനെ നോക്കി. ആ പശുവിനെ നോക്കിയപ്പോഴേക്കും പശു അവിടെ മരിച്ചു വീണു. നോക്കൂ, പശു മരിച്ചു വീണു. ഇത് കണ്ടപ്പോൾ നാരദന്റെ എല്ലാം ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. എന്താ ഭഗവാനെ കാണിച്ചത്? അവർ നമുക്ക് പാല് തന്നതല്ലേ, ആ പാല് തന്നതിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്യേണ്ട വല്ല അതിനെ പശുവിനെ കൊല്ലേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതായിരുന്നു ജീവിക്കുക എന്ന് പറഞ്ഞപ്പോ പറയാണ് അത് ഭഗവാൻ പശുവിനെ കൊന്നിട്ട് രക്തം പോലെ ആഗ്രഹിച്ചു. ഇത് കേട്ടപ്പോഴാണ് വിഷമായത്. കാരണം ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത് നാരദ, ധനികന് എത്ര കിട്ടിയാലും മതിയാകും, എത്ര കിട്ടിയാലും 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നോ, ശതമാകി സഹസ്രം മതിയെന്നോ, 1000 കയ്യിലുണ്ടാകുമ്പോൾ അമിതമാകെ ആശ്ചര്യമെന്നതും ആശയാകുന്ന വാസമതിയെന്നോ അവർ ഉണ്ടാവില്ലെന്ന് പറഞ്ഞത്. എത്ര കിട്ടിയാലും മതിയാവില്ല. അവൻ ഉണ്ടാക്കുന്ന ധനത്തിനെ കാക്കാൻ വേണ്ടിയിട്ട് അവൻ പാമ്പായി മാറി ആ ധനം സൂക്ഷിച്ച് അവൻ കഷ്ടപ്പെടും. പാമ്പിന് ഉറപ്പുണ്ടാവില്ല, ധാരത്ത് കൊണ്ടുവന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കണോ, അത് പാമ്പിന് ഉറപ്പൊന്നുമില്ല, അവർക്ക് കണ്ടൊന്നുമില്ല, കൺപോളയൊന്നുമില്ല, പാമ്പന്മാർക്ക് എപ്പോഴും കണ്ടു ഉറക്കം വേണ്ട, അവർക്ക് ഉറക്കണ്ടോ? പാമ്പിന് ഉറക്കണ്ടോ? ഇല്ല. അവർക്ക് ജന്മം അങ്ങനെയാണ്. എന്നാ അവർക്ക് അങ്ങനെ സൂക്ഷിച്ച് ആ ധനികൻ എന്നെ മറന്നിട്ടാണ് ജീവിക്കുക എന്ന് പറയുക. എന്നാൽ ഈ പറഞ്ഞ ഇവൾക്ക് ഈ പശു ഉള്ളത് കൊണ്ട് അതിനെ നോക്കുന്ന സമയം കൂടി എന്നെ ഓർത്ത് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾ പരമഭക്തിയാവൂ. ഇപ്പൊ അവൾ ഭക്ത മാത്രമേ ഉള്ളൂ. അവൾക്ക് പശു ഒരു ഭക്തനാണ്. അതായത് അത് കാരണം കൊണ്ട് അതിന് ചെയ്യാൻ പറ്റില്ല. ഇത് കത്ത് കേട്ടപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ പശുവിനെ ഇല്ലാതെയാക്കിയാൽ അവൾക്ക് ഞാൻ മാത്രമേ ശരണമുള്ളൂ, അപ്പോൾ അവൾ പരമഭക്തിയായി തീർന്ന് എന്നിലേക്ക് വരും എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധി ചോദിച്ചത് ഭഗവാന്റെ ദുഃഖമാകുന്നു മതി, അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് ഉണ്ടാവുള്ളൂ ചോദിച്ചതിന്റെ അർത്ഥം പറയണം. നാരദൻ കേട്ടിട്ടൊന്നും കിട്ടിക്കാതെ പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ അങ്ങനെയാണ്. അതായത് ആ ഭക്തന്റെ സ്വാധീനത്തിലുള്ള വസ്തുക്കളെ എല്ലാറ്റിന്റെ അവകാശി ഭഗവാനാണ്. നമുക്ക് തന്ന വസ്തുക്കളെ എല്ലാറ്റിന്റെയും ഇതിന്റെ അവകാശമൊക്കെ ഭഗവാനാണ്. നമ്മൾ പറയുന്നത് എന്റെയാണ് പറഞ്ഞിരിക്കും, അതെല്ലാം പറയുന്നത്. അങ്ങനെ ആ വിഷമങ്ങളെ ഇല്ലാതെയാക്കാനാണ് ഭഗവാൻ അതൊക്കെ എടുത്തത്. അപ്പൊ ഈ എന്താ പറയുക, ഗോപികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെണ്ണയും തൈരും അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം ഉടച്ചു കളഞ്ഞ് വീണ്ടും തന്റെ ആ ഭക്തകളെ തന്നിലേക്ക് ആകർഷിക്കുന്നവരാണ് ഭഗവാൻ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുക, ഇത് മാത്രമല്ല, അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പൂന്ന് പറഞ്ഞില്ലേ, അടുത്ത ശ്ലോകത്തിൽ പറയാണ് ചിത്രം ദ്വാന്താകാരേതൃതമണിഗണം സ്വാംഗമത്തപ്രദീപം കാലേ ഗോപ്യോയേഷു പറയാണ്. എന്താണ് ശോഭേ, ഞങ്ങളുടെ കാലത്ത് ഈ തിരക്കിട്ട് ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മകളൊക്കെ
ഈ അതാണ് ഇതിന്റെ പതുക്കെ ഇരുട്ടായിട്ടുള്ള മുറിയിൽ പോകും. ഇരുട്ടായിട്ടുള്ള മുറിയിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അതിനുള്ളിൽ ഉണ്ടോ എന്ന് കാണാറില്ല. കാരണം ആ സമയത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ കപ്പയുടെ മുകളിൽ ചുറ്റുള്ളിൽ ഈ കണ്ണനെ കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് എല്ലാം തൻ്റെ ആ ജ്വലിക്കുന്ന ആ തിളങ്ങുന്ന ആ കഴുത്തിലെ മാലകളെല്ലാം ഊരി പുറത്ത് വെച്ചിട്ടാണ് അവൻ ഉള്ളിലേക്ക് കയറുക. അങ്ങനെയാണത്രേ. അങ്ങനെ ഇനി പോട്ടെ, ആ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ കയറും. എന്നിട്ട് പാലും നെയ്യും തിളച്ച ഉള്ളിയില് കൈ എത്തിക്കുകയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരല് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. അത് എന്നിട്ടും എത്തുന്നില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പീഠം കൊണ്ടുവന്ന് വയ്ക്കും. അതിനുശേഷം ഇന്ന പാത്രം യശോദ നല്ല മകൻ കാണുന്ന മാതിരി അല്ല കേട്ടോ, ഇന്ന പാത്രത്തിൽ ഇന്നതാണെന്നാണ് നല്ല ബോധ്യമുണ്ട് എന്നാണ്. ഭഗവാൻ അറിയാത്ത കാര്യത്തിൽ ആർക്ക് ഭഗവാനൊന്നും മറച്ചു വയ്ക്കാൻ പറ്റും? അങ്ങനെ ബോധ്യമുണ്ട്. ഇനി അത് പോട്ടെ, അവന് കൃത്യമായിട്ട് അറിയാം എന്റെ കുട്ടിയുണ്ടല്ലോ ആ ഉറിയിലെ പാത്രം തല്ലി ഉടക്കില്ല കേട്ടോ. തല്ലി ഉടക്കില്ല, ഉറിയിലെ പാത്രം തല്ലി ഉടക്കില്ല. കാരണം എന്തെങ്കിൽ ഇത് ഉയരൂല്ല. അതെന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ആ അവന്റെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്. ആ ഓടക്കുഴല് അതിന്റെ മോട്ടൊരു കുത്താക്കും. ആ മോട്ടില് കുത്താൻ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ധാരയായി ഒഴുകുന്ന ആ പാല് എന്റെ മകനുണ്ടല്ലോ കുടിച്ചു തീർക്കുമെന്ന് പറയുകയാണ്. അതാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണികളിൽ നിന്നും ആ പ്രകാശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, എന്റെ മകൻ ആ ഇരുട്ടുമുള്ളിൽ കയറുമ്പോൾ ആ കഴുത്തില് തിളങ്ങുന്ന മാലകളൊക്കെ ഊരി വയ്ക്കും എന്ന് പറയാണ്. എന്താണ്? കറുത്ത നിറായത് കൊണ്ട് ഇരുട്ടില് അവനെ കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ വല്ല ഊരി വെക്കുന്നത്. അപ്പൊ എന്റെ മകന്റെ ബുദ്ധി യശോദെ ഗംഭീരാണ്. തൊക്കെ കേട്ടോടെ നിൽക്കേണ്ട നിൽക്കണ്ട്. എന്നിട്ട് ഇവിടെ അങ്ങനെയുള്ള ആ വെണ്ണക്കള്ളനാണ് എന്റെ മകൻ. അതാണ് നമ്മുടെ മാക്കൻ ചോറെന്നൊക്കെ പറയില്ലേ, ആ വെണ്ണക്കള്ളനാണ്. അവരെല്ലാം അറിയുന്നവരാണ്, വിട്ടുപിടിക്കലുമാണ്. നമുക്ക് ഇല്ലേ, എല്ലാം അറിയണമെന്നുമാണ്, അവൻ വിട്ടുപിടിക്കലുമാണ്. അപ്പൊ എന്താ ചെയ്യാ? അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ചീത്ത പറഞ്ഞിട്ട് ഇത് പറയാണ് ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ധാർമ്മികമായിട്ടുള്ള ആ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഖ്യാതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ഹൃദയമാകുന്ന ഈ ഗുഹയിൽ ഇരുന്നു കൊണ്ട് സകല വൃത്തികളെയും ഞാൻ എന്ന ഭാവമുള്ള നമ്മൾ അറിയാതെ ആ സർവജ്ഞനായ ഭഗവാൻ എല്ലാം അറിയുന്നു എന്ന നമ്മളെ നമ്മുടെ ഉള്ളിലെ ചിത്രത്തിലിരിക്കുന്ന വാസുദേവൻ എല്ലാം അറിയുന്നുണ്ട്. അതാണ് ഞാൻ പറയണത്. നമ്മളൊരിക്കലും അറിഞ്ഞോ അറിയാണ്ടെയോ ഒരു തെറ്റ് ചെയ്യുന്നില്ല, ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാസുദേവനെ നമ്മൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കാരണം ഈ ആപ്തകാമനായിട്ടുള്ള ഭഗവാന് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. തൻ്റെ സ്വഭക്തന്മാരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സകലത്തിൻ്റെയും ഭാരം ആരാ വഹിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. നമ്മൾ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും അനുഭവിക്കുന്നത് ശരീരമല്ല. ജഗവത്തെ പറഞ്ഞു അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ വിഷമം ഉണ്ടാക്കുന്നത് ഈശ്വരനാണ്, നല്ലത് ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നത് ഈശ്വരനാണ് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലോ? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ആ ഫലം അനുഭവിക്കുന്നത്, അതിന്റെ വിഷമം അനുഭവിക്കുന്നത് ഭഗവാനാണ്, മനസ്സല്ല. മനസ്സിനെ കാണാൻ പറ്റില്ല. അന്തര്യാമിയായിരിക്കുന്ന ആയിരിക്കുന്ന ഭഗവാനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളെയും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഭഗവാനാണ്. അതുമാതിരി നമ്മൾ ആ ഭഗവാനിലേക്ക് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഭഗവാനെ കാണുമ്പോൾ അതിന്നുണ്ടാകുന്ന സുഖം അനുഭവിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സുഖം കിട്ടും. എന്നാ ചിക്കൻ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ വിഷമോ ഭഗവാൻ തന്നെയാണ് ചോദിക്കുന്നത്. അല്ലേ? ചിക്കൻ ഷോപ്പ് പോയിട്ട് അതിനെ ദുരിതം കാണുന്നുണ്ടല്ലോ, അത് അതിനെ കിട്ടാൻ അടിച്ച് കാണുമ്പോൾ ആ വിഷമം കാണുമ്പോഴും നമ്മൾ ആ ദുഃഖം അനുഭവിക്കുന്ന ഭഗവാനാണെന്ന് പറയാം. അതാണ് അതിന്റെ ഈ ഭഗവതിന്റെ അർത്ഥം. എല്ലാം ഭഗവാന്റെ അടുത്ത വന്നത്. അങ്ങനെ ആ സകലത്തിന്റെയും ആ ഭാരം ഭഗവാൻ തന്നെയാണ് വഹിക്കുന്നത്. അതുമാതിരി ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഭക്തർ ചെയ്യുന്ന സകല വ്യവഹാരങ്ങളെയും അറിഞ്ഞ് അവരുടെ പുണ്യപാപങ്ങളെ മുഴുവൻ സംഹരിച്ചുകൊണ്ട് അവരുടെ ആ ബന്ധനങ്ങളെ അറുത്ത് കളയുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ പാലും തൈരും എണ്ണയുമെല്ലാം ഭഗവാൻ ഉറച്ചു കളയുന്നതിന്റെ അർത്ഥം അതാണ്. എന്താണോ നമുക്ക് വേണ്ടത് മാത്രം ഭഗവാൻ തരുന്ന പറയുന്നത്. അതുകൊണ്ട് അതായത്
ആ ഭഗവാൻ എഴുതുന്നെങ്കിൽ കയ്യിൽ കണ്ണ് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ ആ പുണ്യങ്ങളെ സ്വീകരിച്ച് പാപങ്ങളാകുന്ന, അതായത് അതിൻ്റെ ഉള്ളിലെ വെണ്ണയെ സ്വീകരിച്ച് ആ കലമാകുന്ന പാപത്തെ ഭഗവാൻ ഉടച്ച് കളയുകയാണ്. നോക്കൂ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്താ ഭഗവാൻ ചെയ്യുക? അത് ഗോപികളുടെ വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലെ എല്ലാം എടുത്ത് ഭഗവാൻ കഴിക്കണോ, ബാക്കിയുള്ളതൊക്കെ മാറ്റാന്മാർക്ക് കൊടുക്കണോ. അപ്പൊ കാര്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ? ആ പാത്രം തല്ലി ഉടയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോ ആ സുഖത്തെയും ഭഗവാൻ സ്വീകരിക്കുന്ന പുണ്യങ്ങള് എന്തെല്ലാം ആ ഗോപി ചെയ്ത പുണ്യങ്ങളൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ ഭാവങ്ങളെ അകറ്റിക്കളയാൻ വേണ്ടിയിട്ട് ആ കല മുടയ്ക്കുന്നു എന്ന് പറയാൻ ശിക്ഷിക ബ്രഹ്മർഷി പറയാണ്, പരീക്ഷത്തെ ആ സ്ത്രീകള് ഇങ്ങനെ വന്നത് കേട്ടപ്പോ കണ്ണന് അതൊരു സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടില് കൃഷ്ണ, എൻ്റെ വീട്ടില് ഈ കണ്ണനൊരു ദിവസം വന്നു. കാരണം കാലിൻ്റെ മുകളില് അവിടെ ഞങ്ങളൊക്കെ ചെയ്തു, ആ വെച്ച സ്ഥലം കക്കാൻ എന്ന് വെച്ച് ഞാൻ വന്നു നിൽക്കുകയായിരുന്നു. നിങ്ങൾ വന്നു നിൽക്കുന്നത് കണ്ടില്ല, കണ്ണൻ കണ്ടില്ല. അങ്ങനെ കാലിൻ്റെ അതായത് ഇപ്പോ പോകണം. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു ദിവസം അവരെല്ലാവരും കൂടിയിട്ട് ആ എന്താ പറയുക, നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് തറവാടുകളെ വടക്കാറെന്നാണ് പറയുക, അല്ലെ വടക്കുകാലത്ത് അതെല്ലാം അരിയും ഒക്കെ കൊണ്ടുവയ്ക്കുക, അല്ലെ അങ്ങനെ പറയുക. അങ്ങനെ ഒരു അവിടെ അഴുകി പാലും കയ്യിലൊക്കെ വയ്ക്കുന്ന ഒരാളുണ്ടാവും. അവിടെ പോയിട്ട് എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടമണി ഉണ്ടല്ലോ, അത് നിരത്തി വെച്ചു. കൃഷ്ണനെ ഇരുട്ടുകളൊക്കെയാണ് കാണില്ല. അതിൻ്റെ ഉള്ളിൽ കാലിൻ്റെ അതിൻ്റെ ഉള്ളിൽ അറിയാൻ വേണ്ടിയിട്ട് അത് കുടമണികൾ ചവിട്ടുമ്പോൾ അത് മറിഞ്ഞു വിടും. അപ്പൊ മണി കിടുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് അവിടെ ചെന്ന് ഭഗവാനെ മനസ്സിലായി പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ മണികളോടെ കാലത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ചവിട്ടിയ ശബ്ദം ഉണ്ടാവുന്നതാണ്. ഭഗവാനെ പറ്റിക്കാൻ ആർക്കാൻ പറ്റിയ അങ്ങനെ ചെയ്ത വല്ല കാലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോ മണികളെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്, ഞാൻ വന്നതായി മിണ്ടരുത്. അവരൊന്നും മിണ്ടിക്കാന്ന് കണ്ടപ്പോ ഭഗവാൻ വെച്ചിരുന്നു മെല്ലെ പതുക്കെ ആ പുറത്തുനിന്ന് ഭൂമികളിൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ചെയ്യുന്നതാണ് പറഞ്ഞത്. ആരും വരുന്നില്ല കണ്ടപ്പോ പതുക്കെ ഉള്ളിൽ വരുമ്പോ മണികളൊന്നും മിണ്ടുന്നില്ല, ശബ്ദം ഉണ്ടാക്കുന്നില്ല. ആ ഭഗവാൻ അങ്ങനെ മെല്ലെ കയറി അതിനുള്ളിലുള്ള എന്താ പറയുക, ഈ കൈയുടെ തട്ടില് വെണ്ണ കക്കാൻ വേണ്ടിയിട്ട് കത്തിയിട്ടു. വെണ്ണ കത്തിയിട്ടപ്പോ അത് അപ്പോഴൊന്നും കിട്ടിയില്ല. പോയിട്ട് വായനോടെ വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മണികളൊക്കെ ആണെങ്കിൽ ഇടിയാണ് അടിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ദേഷ്യപ്പെട്ടിട്ട് എന്റെ നിങ്ങൾ അടിച്ച് ഞാൻ പറഞ്ഞത് കേൾക്കില്ല, എന്താ അടിക്കല്? ഭഗവാനെ, അതായത് ഭഗവാനെ നിവേദിക്കുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ അടിക്കുക എന്നുള്ളത്. അത് കാരണം ഞങ്ങൾ ഭഗവാനെ പൂജിക്കുമ്പോൾ ആ മണിയുടെ ശബ്ദം ഞങ്ങൾക്ക് ചെയ്യട്ടെ, ഞങ്ങളുടെ കർത്തവ്യം ചെയ്യാനല്ലേ ഭഗവാനെ അങ്ങ് പറഞ്ഞിരിക്കണത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് കേട്ടപ്പോഴേക്കും എല്ലാവരും കൂടി കൊണ്ടുവന്നു. ആ കളനെ പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പൊസിഷനിലാണ് നിങ്ങൾ അതിലേക്ക് കിട്ടുക. മണികളൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പിടിച്ചുകൊണ്ടെന്ന് യശോദരൻ മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്, പറയുകയാണ്, ഈ പരീക്ഷത്തെ ഇങ്ങനെ സ്ത്രീകള് ആ പറഞ്ഞത് കേട്ടിട്ടുള്ള ആ യശോദ കണ്ണനെ ഒരു നോക്കിയിരുന്ന പറഞ്ഞത്. അതിൽ എത്രയായാലും നമ്മളുടെ മക്കളെ അടുത്ത വീട്ടിലെ ആൾക്കാരോട് ചീത്ത പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാവില്ലേ? നമ്മളെന്താ ചെയ്യുക? ഒന്നും നോക്കണ്ട, ആദ്യം രണ്ടെണ്ണം എടുത്ത് കൊടുക്കും, ഇല്ലേ? രണ്ടെണ്ണം കൊടുക്കും. അത് ചെന്നെങ്കിൽ ഭഗവാൻ അറിയാം ഇപ്പൊ രണ്ടെണ്ണം കിട്ടാൻ പോകണമെന്ന് അറിയാം. അപ്പൊ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വേഗം ഭയപ്പെട്ടിട്ട് തന്റെ കൈവളക്കട്ട് ആ കൺമഷി ഇഷ്ടം അതിലേക്ക് അർത്ഥത്താണ്. അതിന്റെ കുറെ കൺമഷി കൊണ്ട് ആദ്യം എഴുതിയിരിക്കും. ആദ്യം ഭഗവാൻ യശോദ തേച്ചു കൊടുക്കുന്നതാകുന്നത്. അങ്ങനെ തന്നെ അതിന് നേരെ പോയിട്ട് ഈ കണ്ണ് ഇങ്ങനെയാണ് ഇരിക്കും. അപ്പൊ എന്താ കൺമഷി കൊണ്ട് കണ്ണിനുള്ളിൽ പോയപ്പോ ഇരുന്ന് കണ്ണൊക്കെ ആയിട്ട് കടത്തി അങ്ങടെ ചുണ്ടിന്റെ മുകളിൽ അതാ പറഞ്ഞത്, അങ്ങനെ കലയും ചുണ്ടൊക്കെ വെട്ടിയിരിക്കിട്ട് ആ അമ്മയെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ ആ യശോദമ്മയ്ക്ക് ശകാരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടെങ്കിൽ അങ്ങനെ ആ ഭഗവാന്റെ ആ ഭയപ്പെട്ടിട്ടുള്ള നോട്ടം കണ്ടപ്പോ സ്ത്രീകളുടെ മനസ്സറിഞ്ഞിട്ട് പറയുകയാണ്, ഭഗവാന്റെ മുഖശ്രീ നോക്കിയിട്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആ യശോദ, അതായത് ഞങ്ങൾ പറയാ സ്ത്രീകൾ പറഞ്ഞ യശോദയെ അടിക്കുന്നത് വേണ്ട, ഞങ്ങള് തമാശ പറഞ്ഞതാട്ടോ. കംപ്ലൈന്റ് പറഞ്ഞ ആള് വന്നിട്ട് ആ ഭഗവാന്റെ രൂപം കണ്ടപ്പോ എന്താ പറഞ്ഞത്, നിങ്ങൾ തമാശ പറഞ്ഞ യശോദ അടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ ഇത് ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോ പറയാണ് പരിശുദ്ധമാര് പറയണ ഹേ പരീക്ഷത്തെ ശ്രീശോകൻ പറയാണ് പരീക്ഷത്തെ. അങ്ങനെ ആ ഭഗവാനെ നോക്കിയിട്ട് യശോദയ്ക്ക് പോലും ആ ഭഗവാന്റെ നിൽപ്പ് കണ്ടിട്ട് ഒന്നും അറിയാത്ത
മാതിരി കണ്ണും കരഞ്ഞിക്കൊണ്ട് ചുമന്ന് കണ്ണും ആ വെള്ളാരി കൊണ്ട് കണ്ട് കരഞ്ഞ് ചൂടെ കരഞ്ഞ കണ്ണനെ കണ്ടിട്ട് യശോദയ്ക്ക് പോലും ചിരി വന്നു. നോക്കും ആ ഭഗവാന്റെ രൂപത്തില്. അങ്ങനെ ഒരു ദിവസം ബലരാമനും ഗോപകുട്ടികളും കൂടിയിട്ട് കൃഷ്ണൻ മണ്ണ് തിന്നു എന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് തിന്നു എന്ന് പറഞ്ഞ കംപ്ലൈന്റ് പറഞ്ഞു. ആ കണ്ണന്റെ ആ കുസൃതികൾക്ക് ഒരു അടി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ യശോദ ആ മനസ്സിൽ വെച്ചിട്ടുണ്ട് എപ്പോഴേക്കും കെട്ടി കൊടുത്താലും ശരിയാവുള്ളൂ. നമുക്കുണ്ടായി കുട്ടികൾക്കൊക്കെ നമ്മളെ യോടടിയാവുക പറഞ്ഞിട്ട് താമസിച്ചുള്ള അച്ഛൻ്റെ അടുത്ത് നിന്നാവുന്ന മകൻ്റെ അടുത്ത് നിന്നല്ല ചേച്ചിയുടെ അടുത്ത് നിന്നല്ലേ ഏട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടും. ഇതിനൊക്കെ കിട്ടുന്നതാസം കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചവിട്ടിയ പിള്ളക്ക് വേദിക്കില്ല എന്താ പറയുക, അച്ഛൻ ചവിട്ടിയ അതൊന്നും വേദിക്കും ഇല്ല. അങ്ങനെ സാധാരണ അച്ഛന്മാരെ വേണ്ടിയിട്ടാവും മക്കൾക്ക് വേണ്ടിയിട്ടാവുള്ളൂ. അമ്മ ചവിട്ടിയ അമ്മ എത്ര ഇതല്ലേ പിന്നെ അവിടെ അമ്മയെ നമ്മുടെ കുട്ടികളല്ലേ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണൻ അതായത് ഉടനെ ആരോ വന്നിട്ട് പറഞ്ഞ മണ്ണ് ബലരാമൻ വന്നിട്ട് മണ്ണ് തിന്നുന്ന ഒരു കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞത്, കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ രണ്ടിലൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ആ ശകാരിച്ചെന്നാ പറഞ്ഞത്. ആരുടെ വടിയുണ്ട്, വടിയുണ്ട്. ആ കണ്ണന്റെ പേടി അഭിനയിക്കുന്ന പോലെ ആ കൃഷ്ണമണികള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിച്ചിട്ട് ഭയങ്കര അഭിനയക്കാരനാ. ആ കണ്ണ് വെള്ളം നിറച്ചുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കണേ എന്നുള്ള ഭാവത്തിൽ അവിടെ വരണം കൂടുന്ന് രക്ഷിക്കണം എന്നുള്ള ഭാവത്തില് ആ മറ്റുള്ളവരെ നോക്കിയിട്ട് ആ കലങ്ങിയിട്ടുള്ള കണ്ണൊക്കെ ചൂട് കൊടുത്തിട്ട് യശോദ വിളിക്കുകയാണ്, ഭഗവാനെ വിളിക്കുകയാണ്. നോക്കൂ യശോദ നോക്കി നോക്കൂ. ആ അധാന്താത്മാ എന്നാണ് വിളിച്ചത്. ഹേ അധാന്താത്മാ എന്നാണ് വിളിച്ചത്. അതായത് വിളിച്ചത് ഒതുക്കമില്ലാത്ത താന്തവും നീ. ആരെ വിളിക്കണത്? പരമാത്മ ചൈതന്യമായിരിക്കുന്ന ഈശ്വരനെ യശോദ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആരായിരിക്കും യശോദ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതാണ് ആ ഒതുക്കമില്ലാത്ത താന്തവും നീ എന്തിനാണ് മണ്ണ് തിന്നത് ഇത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പുത്രത്തില്ല, എന്താ കളവ് പറയുന്നോ ചോദിച്ചിട്ട് ആ ജ്യേഷ്ഠൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നാഹം ഭക്ഷിതവാനം സർവേ വിദ്യാഭിശംസിനാമേ, ഞാൻ ഭക്ഷിച്ചിട്ടൊന്നുമില്ല, ഏട്ടനും കുടലും കള്ളം പറയുന്നു എന്നുള്ളത് ഒരു ഭക്തിഗാനത്തോടെ നമുക്കത് കേൾക്കാം. എന്താണ് സംഗതി എന്നുള്ളത് ഭക്തിഗാനത്തോടെ കേൾക്കാം. മണ്ണു തിന്നോ നീയൻ പൊന്മകനെ ചൊല്ലു, തിണ്ണം പറയൂ നീ ഉണ്ണിക്കണ്ണ. അണ്ണൻ പറയോ മണ്ണു നീ തിന്നെന്ന്, കള്ളം പറയല്ലേ കണ്ണേ കണ്ണ, കള്ളം പറയല്ലേ കണ്ണേ കണ്ണ. ദണ്ണം വന്നിടുവൻ ഉണ്ണി കൃഷ്ണ, മണ്ണു തിന്നിടിൽ കൃഷ്ണനോ കുഞ്ചിക്കൊണ്ടും പേടി ഭാവിച്ചു മോളിഞ്ഞു മാതായ ശോധയോടാക്കിക്കൊണ്ടും തിന്നില്ല ഞാനമ്മേ മണ്ണൊന്നും ഈ എണ്ണൻ കൂട്ടരും ചൊല്ലതു സത്യമല്ല. എന്മുഖം കണ്ടിട്ടങ്ങമ്മയ്ക്കുറയ്ക്കാമൻ ബാക്കിയിലെ സത്യമാസത്യങ്ങളും, ബാക്കിയിലെ സത്യമാസത്യങ്ങളും. കണ്ണന്റെ മുത്തുമൊഴിയതു കേട്ടപ്പോൾ ചൊല്ലിയ ശോധയും കണ്ണനോടായി, എങ്കിലെന്നുണ്ണി നീ വായ്പോളിക്കൂ തിണ്ണം, അവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അമ്മതൻ ചൊല്ലതോ കേട്ടപ്പോൾ കണ്ണനും തന്നൂടെ ചെഞ്ചൊരി വായ്മലര് ആശു തുറന്നപ്പോൾ ഈശ്വര എന്നോർത്തു ആശ്ചര്യപ്പെട്ടു യശോദയേവം, ആശ്ചര്യപ്പെട്ടു യശോദയേവം. ഈക്ഷിച്ച യശോദയാ കേശവവസ്ത്രത്തിൽ വിഷയങ്ങളെത്രയും
വായും കണ്ടതങ്ങുന്നേ വായിൽ ശങ്കിച്ച ശോദയം കാൺമതോ സ്വപ്നമോ ജാഗ്രതോ ചിന്തിച്ചൊരു മാത്രപോൽ പിന്നെയുറച്ചതൻ ഉണ്ണിക്കണ്ണൻ മായാലീലകൾ തന്നെ അതൊന്നു മാത്രം ലീലകൾ തന്നെ അതൊന്നു മാത്രം ഈശ്വരൻ തന്നെ ഇവനെന്നോ നിശ്ചയം വീക്ഷിച്ചു നോക്കിയിടിൽ ചോദ്യഖദ്യം ഈശ്വരനാവുമെൻ കേശവാമി തന്നെ ആശയമീയുള്ളോൾക്കെന്നോ ആശയമീയുള്ളോൾക്കെന്നോ ഉള്ളുണർന്നിത്തം യശോദാവിൻ ചിന്തിച്ചോ നിൽക്കവേ കേശവനാശപാശം വീശിയെറിഞ്ഞങ്ങേ ശോദാതൻ ചിത്തത്തിൽ ആശയും വന്നു യശോദാചിത്തേ ആശയും വന്നു യശോദാചിത്തേ എൻ മകനെ പേടിച്ചു നിൽപ്പയോ ചിത്തം വിചാരിച്ച ശോദയമ്മ മായാവശതയായി കുഞ്ഞുണ്ണി കണ്ണനെ മാറോടണച്ചു മടിയിൽ വെച്ചു മാറോടണച്ചു മടിയിൽ വെച്ചു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ അങ്ങനെ ആ ഭഗവാൻ തന്റെ വായ പുറത്ത് കാണിച്ചെന്ന് പറഞ്ഞത് ഏട്ടക്കുന്നത് ദിവ്യത്തിലാണെന്ന് പറഞ്ഞപ്പോ ആ ഭഗവാൻ വായ തുറന്ന് കാണിച്ചപ്പോ യശോദ ആ വായുമണ്ഡലം അഗ്നിമണ്ഡലം അന്തരീക്ഷ മണ്ഡലം സമുദ്രങ്ങള് നക്ഷത്ര മണ്ഡലം ഭൂഗോളം ഈ സമസ്ത ലോകങ്ങൾ 14 ലോകങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിർത്താണ്ട് വീണു എന്നറിയാം. എന്നിട്ട് ഉടനെ ആ ഭഗവാൻ തന്റെ മായയെ പെട്ടെന്ന് മറച്ചു വെച്ചിട്ട് ആ യശോദയുടെ മനസ്സില് പെട്ടെന്ന് തന്നെ ആ പുത്രസ്നേഹമാകുന്ന ആ മായാശക്തിയിൽ പ്രവേശിച്ചു എന്നുള്ളത്. ഇത് കേട്ടപ്പോ പരീക്ഷത്ത് മഹാരാജാവ് ഇത്രയും ഭാഗ്യം ചെയ്തിട്ടുള്ള ആ യശോദയുടെ കാര്യം പറയുകയാണ്. അതായത് ആ ഭഗവാൻ ഇത്രയും ഭാഗ്യം ചെയ്തിട്ടുള്ള ആ ഭഗവാന് സഖ്യം കൊടുത്ത യശോദയും നന്ദനും ആരാണ് എന്ന ചോദ്യത്തിന് ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ്, പരീക്ഷത്ത് മഹാരാജാവ് അവര് അഷ്ടാവസുക്കളില് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദ്രോണനെന്നും ധരയെന്നും ദ്രോണന്റെ ഭാര്യയാണ് ധര. അവരുടെ ആ പ്രാർത്ഥന മൂലമാണ് അവർ യശോദയായിട്ടും ആ നന്ദനുമായിട്ട് വന്ന് ജനിച്ചത് എന്ന് പറഞ്ഞ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ദോഷനം എന്ന് പറഞ്ഞു കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റും. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. അതിൻ്റെ ഒരു 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരുന്നേ വരൂ എന്നുള്ള ഇതാണ് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കിയവർക്ക് അങ്ങളായിട്ട് കേട്ടോ. കമ്മിറ്റിക്കാരത് കേൾക്കൂ. ഇപ്പൊ ചെയ്യട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടാവാം ആൾക്കാരോട് പറഞ്ഞോ. അതൊന്ന് മനസ്സിലെടുത്തുണ്ട്. എന്തായാലും ഉച്ചവരവരൊക്കെ ഉണ്ടാവും. അതിന്റെ മുമ്പ് ചെയ്യാം. ഒന്ന് വളർത്തൊന്നും വേണ്ട, നിങ്ങൾ വെക്കാം. അതിനെക്കാട്ടിലും നല്ല കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അത് ചെയ്യൂട്ടോ. അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കർത്തൃത്വ ഭോക്തൃത്വ ഭാവമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളും എന്താണോ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും അനുഭവിക്കുന്നവനെയാണ്
നമ്മളൊക്കെ കർമ്മം എന്ന് പറയുന്നത് കർത്തൃത്വ ഭർത്തൃത്വ ഭാവം. അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ശ്രീരാമൻ ഭാര്യയെ ഒളിയമ്പ് ചെയ്തിട്ട് വധിച്ചു എന്നുള്ളതാണ്. ഭഗവാൻ എന്തിനാ ഒളിയമ്പ് ചെയ്തു ഭാര്യയെ വധിച്ചത്? കാരണം ഭഗവാന്റെ മക്കൾ തന്നെയാണ് ഭാര്യ. സുഗ്രീവനെക്കാട്ടും ശ്രേഷ്ഠം എന്നാ പറയുന്നത്. അതായത് ഈ ബാലിയുടെ അടുത്ത് ഭഗവാനെ ബാലി കാണുകയാണെന്നുണ്ടെങ്കിൽ രാവണനെ പിടിച്ച് കൂട്ടിയിട്ട് കൊണ്ടു ചെവി പിടിച്ച് കൊണ്ടുവന്ന് ആക്കും. അപ്പോ ആ രാവണനെ മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, ബാക്കി അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് കാരണമാണ് ഭഗവാൻ ഒളിയമ്പ് ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്തു. ഒളിയമ്പ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ തെറ്റ് തന്നെയാണ്. പിന്നെ അവരുടെ അതല്ലേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ തെറ്റ് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ആ ഭഗവാനെ പോലും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന പറയുന്നത്. അങ്ങനെ ആ തെറ്റ് ഭഗവാൻ ചെയ്തു. അതേ ബാലി തന്നെയാണ് അടുത്ത ജന്മത്തില് ജര എന്ന പേരില് കാട്ടാളനായിട്ട് വന്ന് ഭഗവാന്റെ സ്വധാമകരണത്തിലേക്കുള്ള ആ ഒരു വഴിയെടുക്കുന്നത്. അപ്പോ ഭഗവാൻ ചെയ്യുന്ന കർമ്മത്തിന് പോലും കർമ്മഫലം ഭഗവാനും അനുഭവിക്കണം. അതുപോലെയാണ് കൈകേയി രാമനെ 14 വർഷം വനത്തിലേക്ക് അയച്ചു. 14 വർഷം. അപ്പോ ആ സമയത്ത് കൗസല്യക്ക് പുത്രനെ ആലോചിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പുത്രദുഃഖം കൗസല്യ 14 വർഷം അനുഭവിച്ചു. അങ്ങനെ ആ ഭഗവാൻ പുത്രദുഃഖം കൗസല്യക്ക് കൊടുത്തു. രാമനെ കൈകേയി പറഞ്ഞയച്ചു. അതേ കൈകേയി തന്നെയാണ് ദേവകിയായിട്ട് ജനിച്ച് 14 വർഷം കാരാഗൃഹത്തില് പുത്രദുഃഖം അനുഭവിച്ചും കൊണ്ട് ഇരുന്ന വ്യക്തി. അപ്പോ ആ കൈകേയിക്ക് ദേവകിയായിട്ട് ജനിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ 14 വർഷം പുത്രദുഃഖം കൗസല്യക്ക് കൊടുക്കുക കാരണം കൊണ്ടാണ് ഇതുണ്ടായത്. അതേ കൗസല്യയെ ഭഗവാൻ തന്നെ ആ പുത്രദുഃഖം അനുഭവിച്ച കൗസല്യയെ അടുത്ത ജന്മത്തില് അതായത് യശോദയായി ജനിപ്പിച്ച് 14 വർഷം ആ കൃഷ്ണനെ ആലോചിക്കാനുള്ള അവസരം കൊടുത്തു. അപ്പോ നോക്കും ഭഗവാന്റെ കാരുണ്യം നോക്കും. അതാണ് ആ കർമ്മം കൂടി അനുഭവിക്കണം. അപ്പോ കൗസല്യ ചെയ്ത ആ തെറ്റിന് ദേവകിയായിട്ട് ആ 14 വർഷം കൈകേയി ചെയ്ത തെറ്റിന് എന്താ പറയാ ഈ തെറ്റിന് കൗസല്യക്ക് യശോദയായിട്ട് കൈകേയി ആരായിട്ട് ജനിച്ചു? ദേവകിയായിട്ട് ജനിച്ചത്. രണ്ടുപേർക്കും പുത്ര ദുഃഖവും പുത്ര സന്തോഷവും അനുഭവിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണ് ഈ കർമ്മഫലം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം നമ്മൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ അനുഭവിച്ചേ മതിയാവും എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് എല്ലാം ഈശ്വരനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് കർമ്മം ചെയ്താൽ ആ ഫലം നേരത്തെ ഞാൻ പറഞ്ഞു ഭഗവാൻ ചെയ്തിരിക്കും ഇല്ലേ? ഞാനാണ് ചെയ്യുന്നത് ആ അഹങ്കാരത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. നല്ലത് ഞാൻ ചെയ്തതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ഞാനാണ് ചെയ്തത്, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് ഭഗവാന്റെ കുറ്റം കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ അല്ലേ? അതാണ് മായ പ്രകടിപ്പിക്കുന്നവളാണ് മായ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നല്ല കർമ്മങ്ങള് ഞാൻ ചെയ്തു എന്നും ചീത്ത കർമ്മങ്ങള് ഭഗവാൻ ചെയ്തു എന്ന ചിന്ത നമുക്ക് പാടില്ല. നല്ലതായാലും ചീത്തയായാലും എല്ലാം ഭഗവാൻ സമർപ്പിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ ഭക്തന് ആ ഭക്തി വളരുന്ന പറയുന്നത് അതിലൊരു സംശയമില്ല. ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം ഇത് കേട്ട പരീക്ഷിത് മഹാരാജാവ് ഇത്രയും ഭാഗ്യം ചെയ്തിട്ടുള്ള ആ യശോദയും നന്ദനും ആരാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം ശിവശുര ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ ഉലൂഖല ബന്ധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഭഗവാനെ സ്വാധീനമാക്കണമെന്നെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യം എന്നാണ് പറയുന്നത്. ഭഗവാനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സംഗതികൾ വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഭഗവാനെ സ്വാധീനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവന്റെ മനസ്സിൽ അഹോ എത്ര ശ്രമിച്ചിട്ടും ഭഗവാനെ കിട്ടിയില്ലല്ലോ എന്ന ദുഃഖം, ആ
ഭഗവാനെ കിട്ടാതെ ഞാൻ അടങ്ങില്ല എന്ന വ്യഗ്രതയും ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യം നമുക്കുണ്ടാവും. എന്താ മനസ്സിലായി ഇല്ലേ? നമുക്കിപ്പോ കുട്ടികൾക്ക് പമ്പരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അത് കരയില്ലേ? കരയില്ലേ? അങ്ങനെ അതായത് എനിക്ക് ഭഗവാനെ മനസ്സിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്നാലേ പിടിക്കാൻ തോന്നുള്ളൂ. അപ്പോ ഭഗവാനെ കിട്ടാതെ ഞാൻ അടങ്ങില്ല എന്നൊരു വാശി നമുക്കുണ്ടാവും. ഒന്ന് ആ കിട്ടാത്തതിനുള്ള വിഷമം വേണം, ഞാൻ കിട്ടി അടങ്ങൂ എന്നുള്ള ആ വ്യഗ്രത അതുണ്ടെങ്കിൽ ഈ രണ്ട് സംഗതികളുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടും. അതല്ലേ നമുക്ക് വേണ്ടത്. അതായത് ഒരു സാധനത്തിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആ വിഷമം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമം വേണം, ദുഃഖം വേണം. അത് ആ ഭഗവാന്റെ കാരുണ്യം മൂലം, ആ ഭഗവാന്റെ കാരുണ്യം അവന്റെ മേലെ ഉണ്ടാകും എന്ന കഥയാണ് ഈ ഉലൂഖല വന്ദനം എന്ന് പറഞ്ഞ കഥയിലൂടെ ആ ശിശുര ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ഉപാസകൻ, അതായത് ഭക്തന്റെ അതിതൃഷ്ണയും ഭഗവാന്റെ അതായത് എനിക്ക് ഭഗവാനെ കിട്ടണം എന്നുള്ള തൃഷ്ണ കേട്ടോ, ഭഗവാനെ എനിക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ള ആ ആഗ്രഹം, തൃഷ്ണ, അതുമാതിരി ആ ഭഗവാന്റെ കാരുണ്യം ചേർന്നാൽ മാത്രമേ ഭഗവാൻ നമുക്ക് വചനമായി തീരുള്ളൂ എന്നാണ്. മനസ്സിലായല്ലോ? ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയാണ് പറയുന്നത്. ഈ കർമ്മ, അതായത് ഈ ശിശുക്കൾ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതായത് 10ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, 9ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരജ്ഞ സംശ്രയ പ്രസാദം ലേപിരേ ഗോപി യത്തത് പ്രാപവിമുക്തിഭ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്തന്മാരുടെ കർമ്മബന്ധനങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാൻ യശോദയുടെ ഇച്ഛ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് ആ കഥയുടെ പറയാൻ പോണത് ആ 2 അങ്കുലം വെച്ചൊരു കയറിനെ കിട്ടി കൊണ്ടതില്ലേ അവസാനം നിന്നുകൊടുത്തു അമ്മയുടെ എന്ന് പറഞ്ഞത്. ഇത് ആ ബ്രഹ്മാവിനും അത് ശിവനും അതുപോലെ തന്റെ മാറിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിക്ക് പോലും കൈവരിഷ്യത്തെ സാധിച്ചിട്ടില്ല. ഭഗവാൻ നിന്നുകൊടുത്തിട്ടില്ല. അതാ പറഞ്ഞത്, ഭഗവാൻ നിന്നു കൊടുക്കാത്തത് ഇതിന് പോലും സാധിച്ചില്ല, യശോദയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പൊ ആ പുത്രന്റെ ആ വിഷമം അനുഭവിച്ച കൗസല്യയാകുന്ന ആ യശോദമ്മയുടെ ഭാഗ്യം നോക്കൂ ഇല്ലേ? അതാണ് നമ്മളൊക്കെ അങ്ങനെ ഭാഗ്യത്തോടു കൂടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉലൂഖല ബന്ധനം എന്ന് പറയുന്ന ആ ബാലലീലയെ പറ്റിയിട്ടാണ് പറയണത്. അതായത് എന്തായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം യശോദ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒഴുകിയിരിക്കുകയെന്നാണ് പറയുന്നത്. ആ സമയത്ത് എന്തായിട്ടുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ 2-3 ശ്ലോകങ്ങളെ കൊണ്ട് ആ യശോദയുടെ രൂപത്തെയാണ് ശിശുര ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനെ വർണ്ണിച്ചു കൊടുക്കുന്നത്. എന്താ യശോദ ആ ബോഡി ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത്രത്തോളം അതെന്നുണ്ടെങ്കിൽ അത് ശിശുര ബ്രഹ്മർഷി പരീക്ഷത്തെ ആ തൈര് കഴിക്കുന്ന യശോദ കയറുകൊണ്ട് ഇപ്പൊ മിക്സിയിലിട്ടിട്ടുള്ള തൈരുകൾക്ക് ഇതല്ല, പണ്ട് അങ്ങനെ അതില്ല. ഈ അതില് കൊഞ്ചത്തിലൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ ഈ യശോദ എങ്ങനെയുണ്ടെങ്കിൽ സ്തൂത്രനദ്ധം പുത്രസ്നേഹസ്തുതരു ചെയ്യുകം ജാതകമ്പം ച സുഭ്രു കങ്കണോ കുണ്ടലേജ സുന്നം വക്രം കഥരവികളാൻ മാലതീ നിർമ്മമന്ത. ആ ശ്രീശുര ബ്രഹ്മർഷി ഒറ്റ ശ്ലോകത്തില് എന്താ ആരാ യശോദ എന്ന് വർദ്ധിക്കുകയാണ്. അതായത് ക്ഷൗമം വാസ, അതായത് ക്ഷൗമം എന്ന് പറഞ്ഞെങ്കിൽ നല്ല പട്ട് വസ്ത്രം, തിളങ്ങണ പട്ട് വസ്ത്രം, വാസ എന്ന് പറഞ്ഞ വസ്ത്രം, ആ തിളങ്ങുന്ന പട്ട് വസ്ത്രം എടുത്തിട്ട് മൃദു കട്ടി തട്ടേ വിഭ്രതി, അതായത് അയമ നല്ല തടിയിട്ടുള്ള, നല്ല തടിയിട്ട് അതിന് ഇത് മാത്രമല്ല എന്താ പറയുക, നല്ല തടിയോട് കൂടിയിട്ട് മാത്രമല്ല ആ പുത്രസ്നേഹം കൊണ്ട് ആ സ്ഥലങ്ങളിലെ പാല് നിറഞ്ഞിരിക്കുന്ന രൂപം എന്താ പറഞ്ഞത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, അങ്ങനെയുള്ള ആ കടക്കോല് വെച്ചുകൊണ്ട് മറ്റ് കയറ് പിടിച്ചുകൊണ്ട് വെളിച്ചാമ്പ് 4 മണിക്ക് ഈ തൈര് കടയുടെ സീനാണ് അത് വർണ്ണിച്ചു കൊടുക്കുന്നത്. അതാണ് അതിങ്ങനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കാണിക്കുക
ഈ സാധനം ശരിക്കും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിക്കുമ്പോൾ എന്താ ഈ കഴിക്കാൻ കൊണ്ട് ഇഷ്ടം മാതിരി വളങ്ങളുണ്ടാവും, ഇതുണ്ടാവും ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും വിളിച്ച് ഇരിക്കുക. ആര് വിളിച്ചാൽ മറുപടിക്ക് നിൽക്കുമ്പോ ഹരേ കൃഷ്ണ 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 വെച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടാണ് ആ സ്ത്രീകളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോ പഠിച്ച സ്ത്രീ അതുമാതിരി അങ്ങനെ ഇത് പിടിച്ചിട്ട് ആടി അവരുടെ ട്യൂണൊക്കെ ആട്ടപ്പെട്ടത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് അടിച്ച് ഹരേ നാരായണ ഹരേ നാരായണ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ആരാടുക. ഈ യശോദ പാട്ടുപാടി ഭഗവാനെ പറ്റി സ്തുതിച്ചുകൊണ്ടാണത്രേ ആ പാട്ട് പാടിക്കൊണ്ടാണത്രേ. അങ്ങനെയാണ് പറയണത് ബ്രഹ്മർഷി പറയണത്. അങ്ങനെ ആ തൈര് കടയുന്ന യശോദയെ വർണ്ണിച്ചു എന്നാണ് പറയണത്. ആ സമയത്ത് വിളിച്ചാമ്പോ ഭഗവാൻ നീറ്റു എന്നാണ് പറയണത്. അങ്ങനെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഭക്തിയിൽ ഒഴുകിയിട്ടാണ് എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മള് ആ ഭക്തിഭാവത്തോട് കൂടിയിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മശുദ്ധി ഉണ്ടാവും. ഞാൻ പറഞ്ഞു 4 ശുദ്ധികളുടെ കാര്യം ഞാൻ പറയണ്ടായി. ആ കർമ്മശുദ്ധി ഉണ്ടാവുമ്പോ എന്തും നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഭക്ഷണം ഭഗവാനെ കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കാനൊക്കെ പറയില്ലേ? അതൊക്കെ ആ കർമ്മശുദ്ധി ദ്രവ്യശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അതായത് ഇങ്ങനെ എന്താ പറയാ ആ തൈര് കിടക്കണ സമയത്ത് എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കണ്ണൻ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ധന്യകാമ അതായത് ധന്യകാമ അല്ലെങ്കിൽ പാല് കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ കുഞ്ഞുങ്ങൾക്ക് ഭഗവാൻ എടുക്കുന്ന ആവശ്യം എന്താണത്? ആ സമയത്ത് സ്തന്യകാമ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ആസാധ്യ അവിടെ എത്തിപ്പെട്ടു. അത് അങ്ങനെ മധുനന്തി അത് പാല് കടന്നുകൊണ്ടിരിക്കുന്ന യശോദയുടെ ആ ജനനീ ഹരി ആ ജനനീ നമ്മളെടുത്ത് ഹരി ഗൃഹീത്വാ ഗതിമന്താനാം നിഷേധത് പ്രീതമാവഹൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തൈര് കടച്ചിട്ട് നിർത്തിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? അമ്മയുടെ മടിയിലാണ്ട് പാല് കുടിക്കാൻ റെഡിയായിട്ടുള്ള യശോദയെ നോക്കി നോക്കൂ. അതാണ് ആ കണ്ണൻ മനുഷ്യ പറഞ്ഞിട്ട് ആ പാല് കുടിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. എങ്ങനെ വന്ന് കയറിയിരുന്നത്? തം അംഗമാരൂഢം അപായത് സ്ഥാനം എന്നാ പറഞ്ഞത്. അതായത് ആ മടിയിലാണ് കയറിയിരുന്നിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ആ പാലാണ് വലിച്ചാണ് കുടിക്കാൻ തുടങ്ങി. എന്താണ് അപ്പൊ എന്താണ്? സ്നേഹസുതം എന്താ പറയാ മകനോടുള്ള സ്നേഹം കൊണ്ട് മുഖം യശോദമ്മ ചിരിച്ചും കൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ ആ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അത് മാത്രല്ല എന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെന്തായി അതൃപ്ത ഉത്സൃജ്യ ജവേന സായയാ ഉത്സിജ്യമാനേ വയസി സ്വതിശ്രുതേ പറഞ്ഞു. അതായത് ആ സമയത്ത് അടുപ്പത്ത് പാല് വെച്ചിരിക്കുക തിളയ്ക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞത് അത് തിളച്ചു പോകുന്നത് ഇവിടെ ഇരുന്നിട്ട് കണ്ടു എന്നാ പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് റൂമുകളൊന്നുമില്ല, അത് കണ്ടു അവർക്ക് എവിടെ നിന്ന് അടുക്കളയിൽ നടക്കണം കാണാൻ പറ്റും. അവരെടുത്താണ് വടുപ്പുറത്തെടുത്തിട്ടാണ് അല്ലെങ്കിൽ വെളുപ്പുറത്തെടുത്തിട്ടാണ് ഈ ഹാരം ഇതാക്കുക. അവർക്ക് നല്ല നോട്ടം ഉണ്ടാവില്ലേ? അങ്ങനെ സാധാരണ വീടിന്റെ അടുക്കള വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈശാന കോണിലാണ് ഉണ്ടാവുക. അത് അടുക്കളയൊക്കെ ഉണ്ടാവുക. അപ്പൊ കിഴക്കിലെ കിഴക്കേ ഭാഗത്തും വരാന്തയിൽ ഇരുന്നാലും വടക്ക് വടുപ്പുറത്തിരുന്നാലും അതിലേക്ക് നോട്ടം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഈ വാസ്തു ഇല്ലാതെ വാസ്തുവിൽ വിശ്വാസമുള്ളവരെ വിശ്വാസമുണ്ട്, വിശ്വാസമില്ല അല്ലെ? അത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും പിന്നാലൊന്നും പോണ്ട. ഒരാൾ വേണ്ടാത്തതിനെ വിശ്വസിക്കില്ല, വേണ്ടതിനെ വിശ്വസിക്കില്ല, വേണ്ടാത്തതിനൊക്കെ വിശ്വാസമുണ്ട് നമുക്കില്ലേ? ഇതിനെ മാത്രം ആർക്കും വേണ്ട. എന്നാ വേണ്ടതോ ബാക്കിയെല്ലാം നമുക്കൊക്കെ വേണം. തന്നെയാണ് ഈ മായകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ വിശ്വസിച്ചോളൂ, ബാക്കി അപ്പൊ എല്ലാം ശരിയാകും. അല്ലാണ്ട് പിന്നാലെ വാസ്തുവിട്ട് വീടൊക്കെ കെട്ടിയിട്ട് ആ ബാത്റൂം അവിടെ ശരിയില്ല അതൊക്കെ കിച്ച് പൊടിച്ച് കാശ് ഇതാക്കി വേറെ കെട്ടണം, അതിന് വേറെ കാശ് വീണ്ടും തിരിച്ചു വേണ്ട. എന്ത് ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ കൊടുക്കുക. അങ്ങനെ ആ ഭഗവാൻ അങ്ങനെ പാല് കുടിക്കുന്ന സമയത്ത് ആ സന്തോഷത്തോട് കൂടി എനിക്ക് വന്നേ ഉള്ളൂ. ആ കുടിക്കുന്ന സമയത്ത് ആ പാല് അടുപ്പത്താണ് തിളച്ചാണ് പാല് കണ്ടു, യശോദ കണ്ടു എന്നാ പറയണത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീട്ടിട്ട് ആ പെട്ടെന്ന് അതായത് പയസിശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് അവിടുന്ന് അവിടെ നീറ്റ് കുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് ഒരു പോക്കാൻ പോയി. ആ ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ടും അതിനെ അടുത്ത് വെച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അതാണ് കണ്ടത്. അപ്പോൾ എന്താണ് സംജാതകോപ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഭഗവാൻ ദേഷ്യം വന്നു പറഞ്ഞത്. സംജാതകോപ എന്താണ് സ്ഫുരിതാരുണാധരം എന്ന് പറഞ്ഞു.
അങ്ങോട്ട് ചുവന്നങ്ങോട്ട് കൊടുത്തു. ആരുടെ ഭഗവാന്റെ മുഖം അവിടെ ചുവന്നങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കറുപ്പ് അതിന്റെ കൂടെ ചോപ്പുപൊടി എടുത്ത് വെക്കിയിട്ടാണല്ലേ ഇല്ലേ? ആ കറുപ്പും ചോപ്പുപൊടി നോക്കുന്നതിന്റെ വേറെ വർണ്ണം ഉണ്ടാവുക, അതുണ്ടാവുക, അതാണ് നീലവർണ്ണം ഉണ്ടാവുക, അതുണ്ടാവുക കറുപ്പും ചോപ്പുപൊടി ഇട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈ അതായത് കണ്ടപ്പോ ആ അടുത്തിരിക്കണ ആ സദൃശ്യ ഭാജനം പിന്നെന്താണ് ഒറ്റ അടിയാണ്ട് കൊടുത്തു. അവിടെ ചെറിയ നമ്മളൊക്കെ ചെറിയ പാത്രത്തിൽ 1 ലിറ്റർ പാലുകൊണ്ടാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ 50 ലിറ്റർ 100 ലിറ്ററിന്റെ കണക്കിന് മുകളിലാണ് ഇവര് മന്ദനം ചെയ്യണത്. അത്ര അങ്ങനത്തെ അവരുടെ തൊഴിലാണ് അതാണ്. അങ്ങനെ വന്നപ്പോ അതാണ് വിത്വ പറഞ്ഞ കാരണം ഉടച്ചു എന്നാ പറയണത്. വൃഷാശുറു അത് മാത്രല്ല, വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലിട്ട് അതാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് ആ ചഖാസ കുറെയൊക്കെ തിന്നു, കിട്ടിയതൊക്കെ കുറെയൊക്കെ തിന്നു. എന്നിട്ട് ബാക്കി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹയ്യങ്കവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം വെച്ചിട്ടുള്ള വെണ്ണയാണ് ഹയ്യങ്കവം എന്ന് പറയും. അത് തലേ ദിവസം നമ്മൾ ഇങ്ങനെ തലേ ദിവസം കൊണ്ടുവന്ന് വെക്കുക, വെള്ളമിട്ട് വെക്കുക, പിന്നെ ഉണ്ടാക്കണത് വെക്കുക, അങ്ങനെ ആഴ്ചയിൽ കൊണ്ടുവന്ന് ഒരാഴ്ച കൊടുക്കുമ്പോൾ അത് കൊണ്ടുപോയിട്ട് നെയ്യാക്കിയിട്ട് മറ്റു നമ്മൾ മാറ്റാൻ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പാവം യശോദ കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഒരു മൂക്ക് പോയി ഭഗവാൻ അവിടെ പോയി കുറേയൊക്കെ വായിലിട്ട് കുറേയൊക്കെ ബാക്കി കൂട്ടിയിട്ട് ആ പോയി എന്നാ പറയുന്നത്. അങ്ങനെ പറയാണ് അത് ആ സമയത്ത് കൊണ്ടാട്ട പോയപ്പോ അതൊക്കെ ഈ പാലൊക്കെ താഴ്ത്തി വെച്ചിട്ട് പിന്നെ തൈര് കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ അങ്ങനെ അവിടെ കാണാനില്ല. അപ്പൊ വരുന്ന സമയത്ത് എന്താ കാര്യമെങ്കിൽ ഉദ്ധാര്യ ഗോപി സുശ്രിതം പയർപ്പുന പ്രാവിശ്യ സദൃശ്യ ചതധ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ. തന്റെ മകൻ തന്റെ സ്വന്തം സുതനായിട്ടുള്ള അവന്റെ കർമ്മം കണ്ടപ്പോൾ എന്താണ് സജ്ജഹാസ ചിരി വന്നു എന്നാ പറയുന്നത്. നമ്മൾക്കോ അല്ലേ? നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പാലിന്റെ പാത്രം തന്നെ പൊട്ടിച്ചാൽ കഴിയും. ആരെ പൊട്ടിക്കണ്ട എന്ന് മറിച്ചിട്ടാൽ മതി. പിന്നെ അതിനുള്ള അടിയോടടി അതാണ് അടിയോടടി എന്തൊക്കെ ഒരു വർഷത്തിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരിയാണ്. അതേമാതിരിയാണ് ജഹാസതം ചാപിനതത്ര പശ്യതി. ഇങ്ങനെ ചെയ്തപ്പോ ഏതമ്മ അഷ്ടം ഉണ്ടാവുക ആ യശോദമ്മ കണ്ടപ്പോ ചിരി വന്ന് കള്ളനെ കാണാൻ കള്ളനവിടെ മുന്നേറണോ? അപ്പൊ കള്ളനുണ്ടെങ്കിൽ കള്ളൻ മുന്നേറണോ? ഇത് കണ്ടപ്പോ ചിരിക്കണം, അമ്മമാരെ നോക്കൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് പോയാലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് വിചാരിച്ച് ചിരിക്കാൻ നോക്കുക, സന്തോഷിക്കാൻ നോക്കുക. സന്തോഷമല്ല, ഭഗവാനാണ് ചെയ്തത് എന്നുള്ള ഭാവം അത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണല്ലേ? ആ സങ്കടം വേണ്ട. എന്ത് നഷ്ടപ്പെടുക? എല്ലാം ഭഗവാൻ തന്നതാ. നമ്മൾ വരുമ്പോ ഇങ്ങനെ വന്നു അല്ലെ, ഇങ്ങനെ എല്ലാം പിടിച്ചു കിട്ടിച്ചിട്ട് നമ്മൾ വന്നൂല്ലേ? ഞാൻ ഈ ലോകത്തിനെ ഉള്ളിൽ പിടിച്ചു, ഞാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവും, ഞാൻ അമേരിക്കൻ പ്രൈം മിനിസ്റ്റർ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പോകുന്നുണ്ട്. പോകുമ്പോ എന്താണ് ഇങ്ങനെ കൈമലർത്തി ഞാനൊന്നും നേടിയിട്ടില്ല പറയുന്ന പോണ ആൾക്കാരാണ് നമ്മളൊക്കെ. അങ്ങനെയല്ലേ നമ്മളൊക്കെ? അങ്ങനെ ആ ലോക എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് പ്രപഞ്ചമൊക്കെ ഭഗവാന്റെയാണ്. ആ ഭഗവാൻ അതിന്റെ ഉടമസ്ഥയുണ്ട്. അതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്ന സാധനം. മായയ്ക്കാണ് പ്രതിഷ്ഠ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഭഗവാന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ മായയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനും ഭഗവാന്റെ സമ്മതം വേണമെന്നതാണ്. ഇരിക്കുന്ന ആ പരമ ചൈതന്യമായിരിക്കുന്ന ആ ഭഗവാൻ വാസുദേവന്റെ ആ ചൈതന്യം ഇല്ലാന്ന് നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് ഒരടി നമുക്കാണ് നീങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണത്. അങ്ങനെ എന്തായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്നിട്ട് പതുക്കെ നോക്കി എവിടേക്കാ കള്ളാൻ പോയാൽ നിങ്ങളുടെ നോക്കിയെന്ന് പറഞ്ഞത് അമ്മ നോക്കിയെന്ന് പറഞ്ഞു. ചിരിയൊക്കെ കഴിഞ്ഞു അവിടെ നോക്കിയെന്ന് പറഞ്ഞത് അമ്മ വലുതാ കണ്ടത് ഉലൂഖലാഘ്രേരുപരി വ്യവസ്ഥിതം. വലിയൊരു ഉലൂഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ലേ ഒരലെന്ന് പറയും ഇല്ലേ? ആ ഒരലിന്റെ മുകളില് മുകളിൽ കയറി ഇരിക്കുക. ഒരലിന്റെ മുകളിൽ കയറി എങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെ? അടുപ്പിലെ വട്ടം ഉണ്ടാവും. അപ്പൊ അവിടെ ഫിറ്റാ ഇല്ലേ? ബേസ് അവിടെ ഫിറ്റായിട്ട് അവിടെ വലിയ കാലിലാണ് ഇരിക്കുക. കയ്യില് ഈ പാത്രം ഉണ്ട്, എന്താ പറയുക, തലേ ദിവസത്തെ പാത്രം കയ്യിൽ വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ അതിന്റെ ഉലൂഖല അവർ കണ്ടപ്പോ ആ യശോദ കണ്ടപ്പോ പറയാണ് മർക്കായ കാമം ദദതം ശിരിസ്ഥിതം എന്ന് പറയാണ്. ആ മർക്കന്മാരൊക്കെ വിളിച്ച് എല്ലാ കുഴഞ്ഞന്മാരെയൊക്കെ വിളിച്ച് പക്ഷികളൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് അതൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറയണത്. ഇതിലെന്താ പറയണത്? പലകിലും പക്ഷികളും കാക്കകളും ഒക്കെ എന്താണ് പറയാണ്. അവിടെ ഇരുന്നിട്ട് ആ ഓരോന്നിങ്ങനെ വാസന്മാർക്കും പക്ഷികൾക്കും വീഴ്ച കൊടുക്കുകയാണ്. ഇത് പറയാണ് ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നിരീക്ഷ്യ പശ്ചാത് ഇടയ്ക്കിങ്ങനെ തിരിഞ്ഞു നോക്കണ്ട, അമ്മ വരുന്നുണ്ടോ തിരിഞ്ഞു നോക്കണ്ട. ചെയ്തത് കള്ളത്തരാന്ന് ഭഗവാൻ നല്ല ബോധ്യമുണ്ട്. അമ്മ എന്നെ പിടിക്കാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൊടുക്കും ചെയ്യും. ഇങ്ങനെ ഇല്ലേ, അതാണ് നമുക്കിപ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് പണ്ടല്ലേ ഇല്ലേ, അതേമാതിരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? ഈ പറഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ഭഗവാന്റെ ഏറെ കൊടുക്കും. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറയുന്നതിനെ പറ്റി കമന്റ് പറയാൻ ആളല്ല. അങ്ങനെ എല്ലാം കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കണം, നിലയിൽ കൊടുക്കണം, പ്രസാദം കൊടുക്കുമ്പോൾ ഇല്ലേ, അതൊക്കെ ചടങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തിരിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടാണ്. അതുപോലെ അത് നോക്കണ്ട, നമുക്ക് ആലോചിക്കാൻ നോക്കാം. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ അമ്മ വരുന്നുണ്ടോ നോക്കിയിട്ട് എടുത്തിങ്ങനെ തിരിഞ്ഞ ആ ഭാവത്തിലാണ് അത്രേ അമ്മ ആരെ കണ്ടത്. ഒരു കണ്ടുക പറയണത് അറിയാണെന്നുണ്ടെങ്കില് ആ ഈ യഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടി നടത്താം. നമ്മുടെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടാവാറുണ്ട്. എന്നുണ്ടെങ്കിൽ അത് ഭഗവാന് പേടിയുള്ളൊരു വസ്തു നമ്മുടെ കയ്യിലെ വടി മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അച്ഛനുണ്ടെങ്കിൽ ആ എല്ലാ കുട്ടികൾക്കും പേടി ഉണ്ടാവും. അമ്മ എവിടെയെങ്കിലും ഒഴിച്ചു വയ്ക്കും. അച്ഛന്മാരെ അവിടെ പണ്ടത്തെ കാലത്തൊക്കെ ഇറയത്താ വയ്ക്കുക ഇല്ലേ, വീടിന്റെ ഇറയത്ത് വയ്ക്കില്ലേ. അമ്മമാരെ അടുക്കള എവിടെയെങ്കിലും അമ്മമാരുടെ ഇടയിലുള്ള വടി കാണില്ല. അവിടെ കിട്ടലൊക്കെ കഴിയുന്നുള്ളതാണ്. അടുക്കള കൊണ്ട് എന്തെങ്കിലും വിരുതി കാണിച്ചാൽ അപ്പം കഴിയുന്നുള്ളതാണ് ഇല്ലേ. അപ്പോ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ വഡ്യ അമ്മയുടെ വഡ്യാങ്ങട് കണ്ടപ്പോഴേക്കും അതാണ് അമ്മയുടെ കയ്യിലെ അമ്മയെ കണ്ടിട്ടില്ല, അമ്മയുടെ കയ്യിലെ വടി കണ്ടു എന്നാ പറഞ്ഞത്. ആ വടി കണ്ട ഉടനെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവിടുന്ന് ചാടിയ എണീറ്റിട്ട് അതാണ് അപസസാരഭീതവത് പേടിച്ച് വറച്ചും കൊണ്ട് ആരെന്ത് ചെയ്തു, അവിടുന്ന് ചാടി ഇറങ്ങി ഓട്ടാൻ ഓടി എന്നാണ് പറഞ്ഞത്. ആര് അപ്പോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കില് പറയാണ് പറയാണ് അമ്മ ചീത്ത പറയില്ല എന്ന വിശ്വാസമൊക്കെ ഉണ്ട്, ഭഗവാനുണ്ട്. എന്നാലും വീട്ടില് ഇറങ്ങിയാണ് ഓടി എന്നാ പറയണത്. ആ എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാണ് അതായത് പറഞ്ഞു അന്വഞ്ചമാന ആ തടിച്ച ശരീരത്തോട് കൂടിയിട്ടുള്ള അതുമാതിരി അമ്മ തടിച്ച ശരീരത്തോട് അമ്മ ബൃഹച്ഛലശ്രോണി പറഞ്ഞിട്ടുണ്ടെങ്കില് ആ അതായത് വയർത്ത് കുളിച്ചിട്ടുള്ള അഴിഞ്ഞ മുടിയൊക്കെ ആക്കിക്കൊണ്ട് വയർത്ത് കുളിച്ച് യശോദയെ കണ്ടു. ആകെ നടക്കാൻ തന്നെ ഓടിക്കൊണ്ടാണ് ഓടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വയർത്ത് കുളിക്കുകയാണ് കാണുന്നത്. എന്നിട്ട് ആ അമ്മ യശോദയെ കണ്ട് കണ്ണൻ പിടിക്കാൻ അവസാനം എന്താ പറയുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചു പിടിക്കാൻ സമ്മതിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ അമ്മയെ കൊണ്ട് അധികം അതൊക്കെ മക്കളുടെ സ്നേഹമാണ്, അമ്മയെ കൊണ്ട് അധികം ഓടിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ സമ്മതിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. അതാ പറയുന്നത് അതായത് പറയാണ് യോഗികൾക്ക് പോലും കിട്ടാത്ത ആ ഭഗവാനെ അമ്മ ഒരു മിനിറ്റ് കൊണ്ട് പിടിച്ചു എന്ന് പറയും. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് യശോദയ്ക്ക് പോലും പിടിക്കാൻ പറ്റിയുള്ളൂ. ആ യശോദയുടെ ഭാഗ്യം എന്താണെന്നോ പരീക്ഷിച്ച് എന്ന് പറയുന്നത്. അമ്മ ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് യശോദയ്ക്ക് അധികം ഓടേണ്ടിയൊന്നും വന്നില്ല. എന്നാലോ ഋഷീശ്വരന്മാരും യോഗികളെല്ലാം അവരുടെ യോഗസാധനങ്ങളൂടെ അനേകം വർഷം കാത്തിരുന്നാൽ മാത്രമേ ആ ഭഗവാൻ പിടികൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ ഒരു മിനിറ്റ് കൊണ്ട് ആരംഭിക്കാൻ കൊടുക്കുന്ന പറയുന്നത്. അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവിടെ പിടിക്കാൻ സംബന്ധിച്ചവിടെ നിന്നു എന്നാണ് പറയുന്നത്. കയ്യിൽ വടിയുണ്ട്, യശോദനുണ്ട്, ആ കണ്ണന്റെ 2 കൈകളും കുട്ടിയെ പിടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുകയാണ് എന്താണ് ആ കണ്ണൊക്കെ നിറച്ചു. അതായത് അതാണ് ആ പ്രരുദന്തമക്ഷിണി എന്നാണ്. അതായത് കൃതാകസന്തം പ്രരുദന്തമക്ഷിണി കഷന്തമഞ്ജന്മഷിണി സ്വഭാവിന ഉദ്ദീക്ഷമാണം വയമിഹ്വലേക്ഷണം അസ്തേ ഗൃഹീത്വാ വിഷയന്യവാ ആ കള്ളക്കരച്ചില് അവൻ അപ്പോഴേക്കും തന്റെ മരുന്നായിട്ടുള്ള കള്ളക്കരച്ചില് വേഗം എടുത്ത് കണ്ണൊക്കെ ആക്കിക്കൊണ്ട് ആ അത് കണ്ണ കടയിലെ ഭക്ഷ്യക്കാണ് മുഖത്ത്. അങ്ങനെ അമ്മ കാണാണ്ട മണ്ണിട്ടൊക്കെ തേച്ചു എന്നാ പറഞ്ഞത്. ഭഗവാന്റെ വെള്ളമൊക്കെ തേച്ചു അത്രയും കരച്ചിൽ
അഭിനയിച്ചു എന്ന് പറയുന്നത്. ആ മുഖത്ത് തേച്ച് പേടി അഭിനയിച്ചു, ഭയവിസ്മരേക്ഷണം എന്നാണ്. പേടി ആ ഭഗവാൻ അഭിനയിച്ചും കൊണ്ട് ആ കണ്ണന്റെ ആ രണ്ട് കൈയാണ് കൂട്ടിയാണ് പിടിച്ചിട്ട് ആരാണ് ആ വേണ്ടാത്ത ദേഷ്യം പറയുന്നത്. അതാണ് വിഷയൻ വ്യവാകുരത്. അങ്ങനെ ആ കുട്ടിയുടെ മുകളിലാണ് ദേഷ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്താ കാണിക്കുന്നത് വെച്ചിട്ട് ദേഷ്യപ്പെട്ടു എന്നാണ് ആ പറഞ്ഞു പറയുന്നത്. അപ്പോൾ പറയാണ് ആദ്യം അവിടെ ചിരിച്ചു, പക്ഷെ കണ്ണന്റെ മുമ്പില് ദേഷ്യപ്പെട്ടത് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനും അഭിനയിച്ചു, യശോദയും അഭിനയിച്ചു എന്നാണ് പറയുന്നത്. യഷ്ടിം സുതം ഭീനം വിജ്ഞായ ഭഗവത്സല യേശ കിലതം ബന്ധും ഗോവിത. എന്നിട്ട് ഭഗവാനെ ആ കയറെടുത്തതാണ് കെട്ടാനാണ് പറയുന്നത് പറയാണ്. എന്താണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കയറ് കയ്യിലുണ്ടായിരുന്നു. കയറ് കെട്ടിയിട്ട് എവിടേക്ക് കെട്ടിയൊന്ന് കൈ കെട്ടാൻ അങ്ങനെ കൈ കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് പറയുകയാണ്. അപ്പോ ശ്രീ പറയാണ് ഈ പരീക്ഷത്തെ ആ ഭഗവാനെ എന്താണെന്നറിയോ? അതായത് ആ അകത്തും പുറത്തും മുൻപിലും പിൻപിലും മുൻകാലത്തും പിൻകാലത്തും ഒന്നും ഇല്ലാത്ത ആ ഭഗവാൻ എന്താ പറയുന്നത്. അങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവ്യക്തനായിട്ടുള്ള, അതായത് തം മധ്വാത്മജമവ്യക്തം മത്തലിംഗമതോക്ഷജം ഗോപിക ഉലൂഖലേ ധാംന ഭവന്തപ്രാകൃതം യഥാ. ആ അവ്യക്തനായിട്ടുള്ള ആ മനുഷ്യവേഷം കെട്ടിയിട്ടുള്ള ആ നാടകനടനായിട്ടുള്ള കണ്ണനെ ആ യശോദ അവസാനം ആ എന്തുകൊണ്ട് ബന്ധിക്കാൻ തീരുമാനിച്ചു എന്നാ പറഞ്ഞത്. പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു, കൈ പിടിച്ച് കെട്ടി എന്നാ പറയുന്നത്. ആദ്യം കൈ ബന്ധിച്ചു, എന്നിട്ട് അതിനെ ഒരു എന്താ പറയുക ഒരലിന്റെ മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാ പറയുന്നത്. തദ്ധാമധ്യമാനസ്യ സ്വാപകസ്യ കൃതാകസ അങ്കുലം നീളം കുറഞ്ഞെന്ന് പറയുന്നത്. കൈ പിടിച്ച് കെട്ടി ഒരു മണ്ണെന്ന് വെച്ചു, അതിനെപ്പോൾ കെട്ടാൻ തുടങ്ങിയപ്പോ ആ ഒരലിനെ കെട്ടാൻ വേണ്ടി നോക്കുമ്പോ 2 അങ്കുലം അത് അവിടെ കെട്ടിയിട്ടാ പറഞ്ഞത്. ആ നോക്കൂ, അങ്ങനെ കയറി വീടിന്റെ ഉള്ളിൽ പോയാൻ വേണ്ടിയിട്ട് ഈ കണ്ണനെ ഉള്ള കയറിട്ട് കൈ വിട്ടിട്ട് പിന്നെ ആരെ കൊണ്ടുപോകും, ആര് യശോദ കൊണ്ടുപോകും. വേറെ കയറെടുത്ത് കൊണ്ടിടും, കൂട്ടി കെട്ടും, തിരിച്ച് ഒരലിന്റെ അടുത്ത് കൊണ്ടിടും, അവിടെ കെട്ടി നോക്കും. അങ്ങനെ കുറേ വട്ടം 2 അങ്കുലം കുറച്ച് നടക്കണം. ഇവിടുന്ന് റോഡിലേക്ക് പോയി കയറെടുത്ത് കൊണ്ടിട്ട് അപ്പുറത്തായി കൃഷ്ണൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ കെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന പറയുന്നത്. നമ്മുടെ വീട്ടിലും തിരിച്ചുകൊണ്ട് വരും. അങ്ങനെ 10 വട്ടം അമ്മ അകത്തേക്ക് പുറത്തേക്ക് പോയിട്ട് കഥ അന്വേഷിച്ചു കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. പോയിട്ട് അപ്പോഴേക്കും അമ്മ ആകെ വയർത്താണ്ട് കുളിച്ചു ക്ഷീണിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ 2 അങ്കുലം കഴിഞ്ഞപ്പോ ഏവം സ്വകേഹദാമാനി ആ വീടിന്റെ ഉള്ളിൽ തന്റെ സ്വന്തം വീടിന്റെ ഉള്ളിൽ പോയിട്ട് യശോദ സന്തതത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മയാഭവത്. അങ്ങനെ കുറെ വട്ടം ഉള്ളിൽ പോയപ്പോ എപ്പം നോക്കിയാലും 2 അങ്കുലം നീളം കുറഞ്ഞ് കണ്ടപ്പോ വിസ്മയിച്ചു പോയി എന്നാ പറഞ്ഞത്. ആകെ വയർത്ത് കുളിച്ചു, അമ്മയ്ക്ക് നടക്കാനും വയ്യാതെ വയർത്ത് കുളിച്ച അമ്മ എന്താ ചെയ്തത്? പിന്നെയും പൂവും കയറെടുത്ത് കൊണ്ടുപോയി പിന്നെയും കേട്ടു. അപ്പോൾ 2 അങ്കുലം കുറയുന്നത് കണ്ടപ്പോ അതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭഗവാനെ അമ്മയെ നമ്മുടെ മുഖത്ത് നോക്കിയപ്പോ അമ്മ ക്ഷീണിച്ചു. സ്വമാതുസ്വിജ്ഞഗാത്രായ വിസ്ത്രസ്ത കപരസ്രജ. ആ അമ്മയുടെ ആ കപരങ്ങളൊക്കെ മുടികളൊക്കെ കെട്ടിവെച്ച മുടികളൊക്കെ അവിടെ അധ്വാനിച്ച് കീഴ്പ്പെട്ട് വീണു. ആ മുഖമൊക്കെ വളരെ വെറുതെടുത്തായിരുന്നു. അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടതാണ്. അതാണ് സ്വമാതുസ്വിജ്ഞഗാത്രായ വിസ്ത്രസ്ത കപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചു. ഇനി അമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട, അമ്മ കുറെ കഷ്ടപ്പെടുന്നു. സ്വബന്ധനം സ്വന്തമായി അവിടെ നിന്നാണ് കൊടുത്ത് കെട്ടിക്കൊള്ളു അമ്മയെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പറയുന്നത്. അങ്ങനെ ആ ഭക്തന പറയാം. അപ്പോ പറയണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവേ പരിഷ്ഠ മഹാരാജാവേ ഏവം സന്ദർശിത ഹി അംഗ വേ പരിഷ്ഠ മഹാരാജാവേ ഹരിണാ വൃത്യവശ്യത. ആ ഹരി തന്റെ ആ ഭക്തന് വേണ്ടിയിട്ട് വശംവദനായി, അതായത് ഭക്തന് വശനായിരിക്കുന്ന ഭഗൻ അർത്ഥം. അതാണ് ഹരിണ വൃത്യവശ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് വന്നിട്ട് അതാണ് സ്വവശേനാവി കൃഷ്ണേന. ആ ഭക്തന് വശനായി തീർന്നുകൊണ്ട് ആ ഈശ്വരൻ ആർക്ക് വേണ്ടിയിട്ട് വശകനായി തീർന്നു, തന്റെ ഭക്തന് വേണ്ടിയിട്ട് വശകനായിട്ട് തീർന്നു എന്ന് ശ്രീ പറയാണ്. എന്ന് വരയ്ക്കും പറ്റിയിട്ടില്ല. അതാണ്
നമം വിദ്യോ നഭവോ ന ശ്രീ അഭ്യസംഗ സംശ്രയ പ്രസാദം ലേഖിതേ ഗോപി യഥാണ്. ഇതുവരെയ്ക്ക് ബ്രഹ്മാവിനോ ശിവനോ ലക്ഷ്മിക്കോ ആ ഇതുപോലെ ഒരു ഭാഗ്യം അത് ഭഗവാനോട് കൊടുത്തത്. അതുപോലെ ഒരു ഗോപിക്കാണ് കൊടുത്തതെന്ന് പറയണം. ആ ഒരു ഭാഗ്യം കൊടുത്തത് ഭഗവാനെ കിട്ടാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കാനുള്ള ഭക്തൻ അനുഗ്രഹിക്കാനുള്ള ആ ഭാഗ്യം കൊടുത്തത് എന്താ പറയുക ഭഗവാനാണെന്ന് പറയാണ്. നായം സുഖാവോ ഭഗവാൻ ദേഹിനാം ഗോപികാസുത ജ്ഞാനിനാം ആത്മഭൂതാനാം യഥാവക്തഭക്തിമിതാമിഹ കൃഷ്ണസ്ഫുർഹേഷു വ്യഗ്രായാം മാതരി പ്രഭു അദ്രാക്ഷിർദർശനവോ പൂർവം മുഹ്യഗൗതകതാത്മജൗ പുരാ നാരദശാപേനാവൃക്ഷതാം പ്രാപിതോ മദാത് നളഗോപരമണിഗ്രീവാവിധി ഖ്യാതൗ ശ്രീയാഞ്ജിത. അങ്ങനെ അവിടെ രണ്ട് മരങ്ങൾ നിൽക്കുന്ന കണ്ടായിരുന്നു. അമ്മ അത് കണ്ണനോടെ കെട്ടിയിട്ടിട്ട് പറവിനോട് കെട്ടിയിട്ടിട്ട് അമ്മ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോ രണ്ട് മരങ്ങളോട് രണ്ട് മരങ്ങൾ നിൽക്കുന്നത് കണ്ടു. അവരുടെ അടുത്ത് പോയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെ പോയി എന്ന് പറയുന്നത് ഈ അതിനുശേഷം എന്തൊക്കെയായി എന്നുള്ളത് അദ്ദേഹം വായിച്ച പറയാത്തിൽ ഞാൻ ഓടിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്വാംശിതമോധ്യായ ശ്രീശുഗവാച. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാം ചേരുർഹംശ്യം പുഞ്ചാന കാത്യായനർച്ചനപ്രദം ആപ്ലുത്യാംബസി കാളിന്ദ്യാജലാന്തേ ചോദിതേർണേ കൃത്വാ പ്രതിഗതിം ദേവീം ആനന്ദോദ്രവസൈകതിം ഗന്ധേർമാലേ സർവ്വേ ഫലഭിർധൂപദീപകൈ ഉച്ഛാവതേ ശോഭഹാരേ പ്രവാളവരതണ്ഡുലൈ കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുവേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുവേ നമഃ. ഭക്തദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ